ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് ഈ ചാപ്റ്റർ ആയിരുന്നു, ഓർമ്മയുണ്ടോ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ അല്ലെ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത ടോപ്പിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇന്റർ മിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഡാഷ് എനർജി, ഇക്വാലന്റ് എനർജി. അപ്പൊ ഹൈബ്രിഡൈസേഷന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഈക്വൽ എനർജി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഓർത്ത് നോക്കാം. നമ്മൾ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറി. അവിടെ നമ്മൾ കുറെ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് എഴുതി അല്ലെ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷനിലേക്ക് വന്നത്. ആ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ പറഞ്ഞതും ഇതും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. ഓർമ്മയുണ്ടോ? ദെൻ VSEPR തിയറിയില് ഫസ്റ്റ് എഴുതിയ എലമെന്റ് ഏതായിരുന്നു എന്ന് പറഞ്ഞ 3 ക്ലാസ് ആണത്. 3 ക്ലാസ് കഴിഞ്ഞു. ഇത് ബേസ് ചെയ്തിട്ട് VSEPR തിയറിയില് ഫസ്റ്റ് എഴുതിയത് BeF2 ഷേപ്പ് എന്തായിരുന്നു? ലീനിയർ കേട്ടോ. എല്ലാവരോടും ചോദിക്കും കേട്ടോ, ഇന്ന് എന്തായാലും ചോദിക്കും, കുറച്ച് പേരുള്ളൂ. BeF2 ലീനിയർ ആണ്. എന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് എത്രയായിരുന്നു? 180 ഡിഗ്രി. 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഒക്കെ വന്നിട്ടുണ്ട്. ബോണ്ട് ആംഗിൾ കേട്ടോ. ഓക്കെ, 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ വന്നു. ഇതിന് ഹൈബ്രിഡൈസേഷൻ എന്താ എഴുതിയ ലാസ്റ്റ്? ഹൈബ്രിഡൈസേഷൻ SP അല്ലെ. SP ഹൈബ്രിഡൈസേഷൻ എഴുതി. സെക്കൻഡ് വന്നത് എന്തായിരുന്നു? BF3യുടെ ഷേപ്പ് എന്താ? ട്രയഗണൽ പ്ലാനർ കേട്ടോ. ട്രയഗണൽ പ്ലാനർ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? SP2 ഓക്കെ. ദെൻ തേർഡ് CH4 മീഥേൻ ആണ്. ഹൈബ്രിഡൈസേഷൻ മുമ്പ് അതിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ടെട്രാഹിഡ്രൽ. ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? SP3. എന്തുകൊണ്ട്? ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എത്ര ബോണ്ട് പെയർ ലോൺ പെയർ കൗണ്ട് ചെയ്യുക. 1 2 3 4 ഉണ്ടോ? 4. ഇങ്ങനെ 4 നോക്കാം. ഇങ്ങനെ 4 വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കണം? ഒരു S, എത്ര P ഉണ്ടാവും? 3 ഉണ്ടോ? SP3. അങ്ങനെയാണെങ്കിൽ 5 വരുമ്പോ അല്ലെ, ടോട്ടൽ 5 ആണെന്ന് കരുതാം. 5 വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ഹൈബ്രിഡൈസേഷൻ? SP3D. ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ പോകുന്നത്. SP3D. ഓക്കെ, ദെൻ ഫോർത്ത് PCl5. ഷേപ്പിന്റെ പേരെന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡ്. ഇത് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എല്ലാം കാണാതെ പഠിക്കുന്നതാണ്. നമ്മൾ ചെയ്തേക്കുന്നത് ഈ 4 കാണാതെ പഠിച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് 4 5 ബാക്കിയുള്ളത് അതിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്കാണ്. അപ്പൊ ഇത് ലാസ്റ്റ് 2 ക്ലാസ് മുമ്പ് എടുത്തേക്കുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. SF6 എന്തായിരുന്നു? ഒക്ടാഹിഡ്രൽ അല്ലെ. SF6 എന്ന് പറയുന്നത് ഒക്ടാഹിഡ്രൽ ആണ്. ഓക്കെ, ഇവിടെ S ഉണ്ടാവും, ഇവിടെ S ഉണ്ടാവും. ഇവിടെ F വന്നിട്ടുണ്ട്, ഇവിടെ F, ഇവിടെ F, ഇവിടെ F, ഇവിടെയും F. അപ്പോ എന്തായിരുന്നു? ഒക്ടാഹിഡ്രൽ. ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? ഇവിടെ എനിക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ SP3D2 ഉണ്ടോ? SP3D2. ദെൻ ഇതെന്തായിരുന്നു? SP3D. ഇതെന്തായിരുന്നു? SP3 കേട്ടോ. ഓക്കെ, അപ്പോ ലാസ്റ്റ് ക്ലാസ്സിന് മുമ്പത്തെ ക്ലാസ്, ലാസ്റ്റ് ക്ലാസ് അല്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിലാണ് ഇതെല്ലാം ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലും പറയിപ്പിച്ചു, ഈ ക്ലാസ്സിലും പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ വൈകി വന്ന ആൾക്കാരെ കൊണ്ട് ആദ്യം ചോദിക്കും കേട്ടോ. ഓക്കെ, കണ്ടോ? ഇയാൾ റെഡിയാണെന്ന് പറയുന്നു. ഗുഡ് കേട്ടോ. ഓക്കെ, ദെൻ സിയോൺ ആണ് ആദ്യം പറയുന്നത് കേട്ടോ. ഓക്കെ, മോനെ ഈ എക്സാമ്പിൾസ് കറക്റ്റ് ഓർഡറിൽ പറഞ്ഞേ. ഇവര് പറയുന്നത്, ഇവര് ബാക്കിലിരിക്കുന്ന ഇവർ രണ്ടുപേരും പറഞ്ഞത് ഇത്രയാണ്. വൈകി വന്ന കുട്ടികൾ മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വൈകി വരുന്നത്. ഞങ്ങളോട് ചോദിക്കുന്നതിന് പകരം അവരോട് ആദ്യം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞേക്കാണ് അല്ലെ. ഓക്കെ, ഉണ്ടോ? ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പേര് പോണം, കാണാതെ പറയണം.
CH4, tetrahedral, BCl5, ട്രയഗണൽ bipyramid, ബൈപിരമിഡ്, SF6, octahedral. ഒക്ടാഹെഡ്രൽ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ ചോദിക്കുന്നു റാൻഡ് ആയിട്ട് ചോദിക്കുമ്പോൾ കിട്ടണം PCl5. വാട്ട് ആർ ദ ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ sp3d. വെരി ഗുഡ്. ഷേപ്പ് എന്തായിരുന്നു PCl5 ന്റെ? ശരിയാ, 3D. അത് പറഞ്ഞു. അതിന്റെ ആ ഷേപ്പ് ഇല്ലേ, ആ ഷേപ്പിന്റെ പേര് എന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡ്. വെരി ഗുഡ്. CH4 ഹൈബ്രിഡൈസേഷൻ sp3. ഓക്കെ, നെക്സ്റ്റ് sp3d2. എക്സാമ്പിൾ പറയണം കണ്ടോ. sp3d2 ഇവിടെ sp3d2 എക്സാമ്പിൾ. ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ് എക്സാമ്പിൾ. കണ്ടോ, 2 മിനിറ്റ് കൊണ്ട് പഠിക്കും കണ്ടോ, അന്നാണ് നോക്കാത്ത കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ആള് കേട്ടോ, ഓർത്ത് നോക്കാം. എനിക്ക് വേണ്ടത് SF6. ഹൈബ്രിഡൈസേഷൻ 6 ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞാലും മതി. വേണ്ട, 6 കയ്യിൽ വെക്ക്, കൈയെടുക്ക കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു എസ് ഒരിക്കലും ഒരെണ്ണത്തിൽ കൂടുതലില്ല. എന്തുകൊണ്ടാ? S 2 ഇല്ലാത്ത ഒരു ബോക്സ് ഉള്ളൂ. പിന്നെ P എത്രയുണ്ട് മാക്സിമം? അപ്പൊ കൈ മതി. sp3. ഇനി ബാക്കി എത്രയുണ്ട്? 2. അത് ആർക്ക് കൊടുക്കണം? അപ്പൊ ഒന്ന് പറഞ്ഞു. ഓക്കെ, കിട്ടുമല്ലോ. sp3d2 ഈ ഓർഡറിൽ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ വരാത്ത ആൾക്കാരും ആരായാലും ഈ ഓർഡർ ഓർത്ത് നോക്കുക. ദെൻ IF7 പുതിയൊരു കോമ്പൗണ്ട് ആണ്, ഇതിലില്ലാത്തത്. എങ്ങനെ പറയും ഹൈബ്രിഡൈസേഷൻ? IF7 കേട്ടോ, ഓർത്ത് നോക്കുക. ഈ മെത്തേഡ് പഠിക്കുക എന്നുള്ളതാണ്. sp3d3 കേട്ടോ. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇത്രയാണ് നമ്മൾ എന്നെടുത്തത്? കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ എടുത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഷേപ്പും പറഞ്ഞിരുന്നു. IF7 പെന്റഗണൽ ബൈപിരമിഡ് വരച്ചിട്ടുണ്ട് കേട്ടോ. പെന്റഗണൽ ബൈപിരമിഡ് ഞാൻ എന്ന് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇല്ല ഇത്, പക്ഷെ അല്ലെ ഭവൻസിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില സ്കൂളുകാർക്ക് ഓൾറെഡി എന്ത് ചെയ്യും, എക്സ്ട്രാ പോർഷൻ ആയിട്ട് കൊടുക്കും. ഇരിക്കട്ടെ അല്ലെ. ഓക്കെ, എഫ് പെന്റഗണൽ ബൈപിരമിഡ് കേട്ടോ. ഓക്കെ, പെന്റഗണൽ ബൈപിരമിഡ് ആണ് IF7 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇവര് പറഞ്ഞേക്കുന്നത്, ഈ 2 ആൾക്കാർ പറഞ്ഞേക്കുന്നതാണ്. വൈകി വരുന്ന ആൾക്കാരുടെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. CH4 ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? CH4 കേട്ടോ, ഓർത്ത് നോക്കാം. sp3. വേഗം നോക്കാം. ഉണ്ടായില്ലേ? ഇതുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം. ഇത് ലാസ്റ്റത്തേന് മുമ്പത്തെ ക്ലാസ്സിലത്തെയാ. എന്താ ലാസ്റ്റ് ക്ലാസ് അല്ല, മുമ്പത്തെ ക്ലാസ് ആണ് ആക്ച്വലി. അപ്പോ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോ ഇതാണ് ഷേപ്പ്. ക്ലിയർ കേട്ടോ. വേഗം പഠിക്കണം, എന്നാലേ നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം. ഇവിടെ നിന്ന് ഓർത്ത് നോക്കാം. ഹൈബ്രിഡൈസേഷൻ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു. 4 വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഓർത്ത് നോക്കാം. 4 വന്നു കഴിഞ്ഞാൽ മെത്തേഡ് ഓർത്ത് നോക്കാം. ഒരു S 3 P കണ്ടോ. 4 വന്നേ കണ്ടോ. അപ്പൊ 7 ആണെങ്കിൽ എന്തായിരിക്കും? അതിൽ നോക്കാതെ എന്ന് പറഞ്ഞേ 7. P എത്ര കൊടുക്കും മാക്സിമം? Pക്ക് എത്ര ബോക്സ് ഉണ്ട്? ഒരു ഓർബിറ്റിലല്ലേ നമ്മൾ ബോക്സ് വരയ്ക്കുമ്പോൾ എത്ര ഉണ്ടായിട്ടുണ്ട്? 3. അപ്പൊ sp3 മാക്സിമം എത്ര ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി Dക്ക് കൊടുക്കുക, D3 കേട്ടോ. sp3d3 ഓർത്ത് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞത് ലോൺ പെയറും ബോൺ പെയറും വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ലോൺ പെയർ ആൻഡ് ബോൺ പെയർ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീസോ എഴുതി. അത് എക്സാമ്പിൾ ഏതായിരുന്നു? സീസോ. സീസോ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് സീസോ SF4. അപ്പൊ SF4 എന്ന് പറയുമ്പോ ഇവിടെ നോക്കിയേ, SF4 എന്ന് പറയുമ്പോൾ ഒരു സൾഫർ. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർ മോസ്റ്റിൽ 6 ഉണ്ട്. 1 2 3 4 5 6 അല്ലെ. ഓക്കെ, 6. എത്ര ഫ്ലൂറിൻ വരും? ഇത് കണ്ടോ, ആ ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ ഫ്ലൂറിൻ എത്തി. കണ്ടോ, ഓർത്ത് നോക്കുക. ഫ്ലൂറിൻ എത്ര ഫ്ലൂറിൻ വന്നു? കണ്ടോ, 4 ഫ്ലൂറിൻ വന്നു. ഇതിനെ വിളിക്കുന്ന പേര് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേര് ലോൺ പെയർ അല്ലെ. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെയർ ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേര് ലോൺ പെയർ. ഇത് ബോണ്ട് പെയർ. 1 2 3 4. അപ്പൊ 4 ബോണ്ട് പെയർ BP. Then 1 ലോൺ
പെയർ. ഓർത്തോക്കാം. അപ്പൊ ടോട്ടൽ എത്രയായി? 5. ടോട്ടൽ 5. 5 വന്നാൽ എന്തായിരിക്കും അത്? നേരത്തെ പറഞ്ഞല്ലോ 5 വന്നാൽ എന്താ? sp3d. ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d. ഓർത്ത് നോക്കുക. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോ ഇത് കഴിഞ്ഞ ക്ലാസ് അല്ല, അതിന് മുമ്പത്തെ ക്ലാസ്. ഇനി നമുക്ക് വരാം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എടുത്തത്? ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇന്റർ മിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ ടു ഫോം എന്നും പറഞ്ഞതാണ്. ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഇക്വാലന്റ് എനർജീസ്. കേട്ടോ ഓർത്തോ. ഇന്റർമിക്സ് ചെയ്തു, എന്നിട്ട് എന്താണ് അല്ലെ ഇക്വാലന്റ് എനർജി ആയിട്ട്, ഈക്വൽ എനർജി ആയിട്ട് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെ? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. കേട്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ഈക്വൽ ആയിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. കേട്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ sp3യുടെ മീനിങ് എന്തായിരിക്കും? ഒരു s 3p അല്ലെ? അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് sp3 വരുന്നത്. കിട്ടിയില്ലേ പേന? വേണോ? ആരെങ്കിലും പേന ഉണ്ടെങ്കിൽ കൊടുത്ത കിട്ടി. ഓക്കെ. sp3. അപ്പൊ ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ് അല്ലെ? ഓക്കെ. ഇയാളുടെ വീട്ടിലേക്ക് ഇയാളാണ് കാർബൺ. കേട്ടോ ഓർത്ത് നോക്കുക. ഇയാൾ കാർബൺ ആയിട്ടിരിക്കുകയാണ്. 4 ഹൈഡ്രജൻ വരുന്നു. 4 ഹൈഡ്രജൻ. കേട്ടോ ഓർത്ത് നോക്കുക. ഇയാളുടെ ചുറ്റിനും നോക്കിയാൽ അറിയാം 4 പേര് ഇരിപ്പുണ്ട്. കേട്ടോ ഓർത്ത് നോക്കുക. 4 പേര് ഇയാളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാണ് ആക്ച്വലി. ഓക്കെ. ഇവർ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ പിടിച്ച് നല്ല ഇടിക്കും. കേട്ടോ ഓർത്ത് നോക്കുക. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ് ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത്. കേട്ടോ ഓക്കെ. അപ്പോ ഓർത്ത് നോക്കുക, 4 ഹൈഡ്രജൻ. ഇയാളാണ് കാർബൺ. താൻ എന്ത് ചെയ്യും? തന്റെ വീട്ടില് ഒരു ആപ്പിൾ കേട്ടോ ഓർത്ത് നോക്കുക. ബാക്കി 3 ഓറഞ്ച് ആണുള്ളത്. താൻ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പറയൂ. എന്ത് ചെയ്യും? മിക്സിയില് ഈ ആപ്പിളും ബാക്കി കാര്യങ്ങളും എടുക്കും അല്ലെ? വേണമെങ്കിൽ മുറിച്ചൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. മുറിച്ചു കൊടുത്താൽ വെയിറ്റ് നോക്കി ബാക്കി ആൾക്കാർ ആക്രമിക്കും. കേട്ടോ ഓർത്ത് നോക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും? അയാൾ മിക്സിയിലിട്ട് അടിക്കും അല്ലെ? തിരിച്ചറിയരുത്. ആപ്പിളും ഓറഞ്ചും തിരിച്ചറിയാതെ ഇന്റർമിക്സ് ചെയ്യും. എന്നിട്ട് ഈക്വൽ ഗ്ലാസ്സിലാക്കി കൊടുക്കും. കേട്ടോ ഓർത്ത് നോക്കുക. ഈക്വൽ ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും കൊടുക്കും. അപ്പൊ എന്ത് കിട്ടി? എനർജി ഈക്വൽ ആയി. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും അല്ലെ? ഹാപ്പി ആയിട്ട് നിൽക്കും. കേട്ടോ ഓർത്ത് നോക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യും? നിൽക്കും. അതാണ് ഹൈബ്രിഡൈസേഷൻ. കേട്ടോ ഓർത്ത് നോക്കുക. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ അയാൾ ചെയ്തേ? ഇയാൾ എന്തിനു വേണ്ടിയിട്ട് അയാൾ ചെയ്തേ? അങ്ങനെ ആലോചിച്ച് വാട്ട് ഇസ് ദ പർപ്പസ് ഫോർ ദിസ് തിങ്? അല്ലെങ്കിൽ അയാൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അല്ലെ? നിങ്ങൾ അയാളെ എയറിലാക്കും എന്ന് പറഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പൊ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ എല്ലാത്തിനെയും എങ്ങനെ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തും മാനേജ് ചെയ്തും അല്ലെ ഓൾറെഡി കിട്ടണം അല്ലെ? ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ അല്ലെ പാരന്റ്സ് ഒരു കുട്ടിയുടെ അടുത്ത് ഇത്തിരി സ്നേഹം കാണിച്ച അല്ലെ നിങ്ങൾ കുട്ടികളാണോ കുഴപ്പമില്ല അല്ലെ അങ്ങനെ പറയും. ചില ആൾക്കാർ പറ്റില്ല ഒക്കെ പറയും. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യും? പാരന്റ്സ് എന്ത് ചെയ്യും? എല്ലാവരെയും അല്ലെ ഈക്വൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണ പോലെ ഒക്കെ ചെയ്യും അല്ലെ? ഇപ്പൊ ഇയാളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ചേട്ടനുണ്ട് അല്ലെ? ഇത് ഇയാൾക്ക് കുഴപ്പമില്ല. ചേട്ടൻ ഇപ്പൊ ചോക്ലേറ്റ് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും. ചില സ്ഥലത്ത് അങ്ങനെയല്ല. ഒരു ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും. ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ അവനും എനിക്ക് വേണം ആ ചോക്ലേറ്റ്, അവൻ ഒരെണ്ണം കൊടുത്തില്ലേ എന്നൊക്കെ പറയും അല്ലെ? അതുപോലെ അപ്പൊ എന്ത് പറ്റും? സ്റ്റെബിലിറ്റി അല്ലെ? പ്രശ്നമാവും. അപ്പൊ തന്നെ പാരന്റ്സ് 2 ചോക്ലേറ്റ് വാങ്ങിക്കുമോ? ഒരെണ്ണം ഇയാൾക്ക്, ഒരെണ്ണം അല്ലെ? പിന്നെ ചേട്ടനും രണ്ടുപേരും സമാധാനമാവട്ടെ അല്ലെ? അങ്ങനെ കരുതും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ പർപ്പസ് എന്താ? സ്റ്റെബിലിറ്റി. ഹൈബ്രിഡൈസേഷൻ പർപ്പസ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആറ്റമിക് ഓർബിറ്റലിന്റെ എനർജിയാണ് മിക്സ് ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കുക. ആറ്റമിക് ഓർബിറ്റലിന്റെ എനർജി. ശരിക്കും ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ എസിനേക്കാളും എനർജി കൂടുതൽ ആർക്കാ? പിക്ക്. പിനേക്കാൾ എനർജി കൂടുതൽ ഡി അല്ലെ? ഓർത്ത് നോക്കുക. അപ്പോ നോർമലി ഇതിനെ ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് എന്ത് പറ്റും? സ്റ്റേബിൾ ആകും. അതാണ് ഈ കൺസെപ്റ്റിന്റെ ഐഡിയ. ഓക്കെ. അപ്പൊ ഒരു മോളിക്യൂൾ ഇത് ഈ സ്ട്രക്ചർ ഉണ്ട്, സ്റ്റേബിൾ ആണ്. വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷനിലേക്ക് വരും. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയത് എത്രയും വരെയാണ്? sp ഡെഫിനിഷൻ എഴുതി. പിന്നെ എന്ത് എഴുതി? sp2 എഴുതിയില്ലേ? sp3 എഴുതിയിട്ടില്ലല്ലോ. ഹെഡിങ് എഴുതി. sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ എന്നൊന്നും പറ്റി ഒരാളാണല്ലോ വരണുണ്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. PCl5 ഹൈബ്രിഡൈസേഷൻ എന്താണ്? PCl5 ഹൈബ്രിഡൈസേഷൻ എന്താണ്? കിട്ടൂല്ല. അടുത്ത ക്ലാസ്സിൽ ഓരോ ഓണത്തിന്റെ പാട്ട് പാടിയേക്കണം കേട്ടോ. ഓക്കെ. അതാണ് പൊസിഷൻ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ 2 പേരും കൂടി പാടിയേക്കണം കേട്ടോ. ഓക്കെ. ആരാണ് ഓക്കെ ഉണ്ടേ? ഇനി അങ്ങനെയൊക്കെ ചെയ്യാല്ലേ? അത് നല്ല പരിപാടിയാണ്. ഇനി കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറയാം. അപ്പൊ ഇതിന്റെയൊക്കെ എടുത്തിട്ട് കേട്ടോ. ഓക്കെ. അതെ, മിണ്ടാതെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയില്ലേ? അതിനെന്താ പറയാ? ഇങ്ങനെ സിനിമയുടെ ഒക്കെ പേരൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ കളിക്കുന്ന അതന്നെ ആ സാധനം. അത് ഇയാളിപ്പോ ഇവിടെ വരണം. എന്നിട്ട് CH4 ആണെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം കേട്ടോ. മിണ്ടാൻ പാടില്ല.
PCl5 ഹൈബ്രിഡൈസേഷൻ നോക്കിയേ sp3d. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആവുള്ളൂ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് ഒന്ന് എഴുതി കേട്ടോ. ഇയാളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഹൈബ്രിഡൈസേഷൻ ഓഫ് PCl5. ഹൈബ്രിഡൈസേഷൻ ഓഫ് PCl5 വൈകി വന്നു കഴിഞ്ഞാൽ ഫുൾ ചോദ്യമാണ് കേട്ടോ, ഓർക്കുക എന്തായാലും. അയാൾ നന്നായിട്ട് ആൻസർ പറഞ്ഞു. അപ്പൊ തനിക്ക് നോക്കിക്കൂടെ? എന്തായിരുന്നു ഓർമ്മയുണ്ടോ? sp3d കേട്ടോ. ഇത് പറയേണ്ടി വരും കേട്ടോ, ലാസ്റ്റത്തിന് മുമ്പത്തെ ക്ലാസ് എടുത്താണ്. ഓക്കെ, ഹെഡിങ് എഴുതിയോ കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി വെക്കാം. എന്തായിരുന്നു ഡെഫിനിഷൻ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയ അതേ ഫോർമാറ്റ്, ഒരു വ്യത്യാസവും ഇല്ല. എങ്ങനെയായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതേ ഫോർമാറ്റിലാണ് എഴുതി പോയേക്കുന്നത്. എങ്ങനെയാ? 1s orbital, 1s orbital, 1s orbital and 3p orbital, 1s orbital and 3p orbital intermixed to form 4 hybrid orbital with equivalent energy. 4 hybrid orbital with equivalent energies. 4 hybrid orbital with equivalent energy. Then example. അതിനു മുമ്പ് s ക്യാരക്ടറിന്റെ പെർസെന്റേജ് പറയണം, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും പറയണം കേട്ടോ. പെർസെന്റേജ് ഓഫ് s ക്യാരക്ടർ, പെർസെന്റേജ് ഓഫ് s ക്യാരക്ടർ എത്രയായിരിക്കും? ടോട്ടൽ 100 ആണ്, 4 ആൾക്കാരുണ്ട്. അപ്പൊ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 100 ഡിവൈഡ് ബൈ 4. അപ്പോ s ക്യാരക്ടർ എത്രയായിരിക്കും? 25. s ക്യാരക്ടർ 25%. Then remaining p ക്യാരക്ടർ ആണ് അല്ലെ. s ക്യാരക്ടർ 25%, p ക്യാരക്ടർ 75%. 75%. s ക്യാരക്ടർ 25%, p ക്യാരക്ടർ 75%. Then example CH4. എക്സാമ്പിൾ CH4 നമ്മൾ നേരത്തെ പഠിച്ച അതേ എക്സാമ്പിൾ തന്നെയാണ്. then അത് എങ്ങനെ ഫോം ചെയ്യുന്നു അല്ല, അതിന്റെ ഫോർമേഷൻ ആണ് ഇനി നമ്മൾ വരക്കുന്നത്. CH4 അതിൽ കാർബൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് കേട്ടോ, കാർബൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതിക്കോട്ടോ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് എഴുതിക്കോ കേട്ടോ. കാർബൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ? 1s2, 2s2, 2p എത്ര? കാർബൺ 6 ആണ്, 2p2 കേട്ടോ. ഓക്കെ, എങ്ങനെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, കാർബൺ ഇല്ലേ, കാർബൺ. ആ കാർബണിന് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ എസിന് മാക്സിമം എത്ര ഇലക്ട്രോണോ കൊടുക്കാവൂ? 2 ഉണ്ടോ? അപ്പൊ മുകളിൽ 2 ഉം 2 ഉം 4 ആയി. പിയിൽ മാക്സിമം 6 വരെ പറ്റും. അപ്പോ ഈ 2 + 2 + 2 ഉണ്ടോ? 6. അപ്പൊ 7 ആണെങ്കിൽ ഇവിടെ എത്ര കൊടുക്കും? 3 അല്ലേ? ഓക്കെ, then ഇത് ടോട്ടൽ 9 ആണെങ്കിൽ ഇവിടെ എത്ര കൊടുക്കും? 5 ഉണ്ടോ? 2p5 അതാണ് മെത്തേഡ് കേട്ടോ. ഓക്കെ, അപ്പോ അഫോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഇത് എഴുതി. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇയാളുടെ വീട്ടിൽ അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്റ്റേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എത്ര ഹൈഡ്രജൻസ് അല്ലെ, എത്ര ഫ്രണ്ട്സ് വരുന്ന പറഞ്ഞ 4 ഫ്രണ്ട്സ്. അതാണ് ഇയാളുടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കണ്ടോ. അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയി, എല്ലാ ആൾക്കാരും വരുന്നു അല്ലെ, അവരെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ വന്ന സമയത്ത് ഈ 4 ആണ് എക്സൈറ്റഡ് സ്റ്റേജ് എന്ന് ഇയാൾക്ക് അറിയാം. അപ്പോ അവിടെ വരുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഈ കോൺഫിഗറേഷൻ ഇതുപോലെ വരക്കണം, ഇതുപോലെ വരയ്ക്കാം ആരോസ്. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി എക്സൈറ്റഡ് സ്റ്റേജില് ഇവിടെ നിന്ന് എന്തായിരുന്നു ഹൈബ്രിഡൈസേഷൻ? sp3 അല്ലെ. എത്ര പി വേണം? 1 2 3. അതെങ്ങനെയാക്കി എടുക്കണം? നമുക്ക് ഈക്വൽ ആക്കി എടുക്കാം. ഈക്വൽ ആക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് ഒരേ ഫോർമാറ്റിലേക്ക് ആക്കും. അങ്ങനെ വരുമ്പോ ഇതാണ് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേജ് ഓർ എന്താണ് ഹൈബ്രിഡ് സ്റ്റേജ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈനിൽ നമ്മൾ കൊടുക്കും, കാരണം അതിന്റെ എനർജി ഈക്വൽ ആണ് എന്ന് കേട്ടോ. ഇനി ഇതിങ്ങനെ എഴുതണം നിർബന്ധമില്ല. ഈ ബോക്സ് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് 4 ആക്കാം. എങ്ങനെയാ ആക്കിയത്? S1 2 3 sp3. അപ്പൊ എല്ലാ എലമെന്റിനും എന്താണ് ഹയർ ഹൈബ്രിഡൈസേഷൻ പറ്റത്തില്ല. ഇതിന് ഡി ഉണ്ടോ? ഇല്ല. അപ്പോ ഈ കാർബണിന്റെ അടുത്ത് പറയാണ് ഞങ്ങൾ ഒരു 6 പേര് വരണം കേട്ടോ. ഇയാളുടെ അടുത്ത് പറയണം 6 പേര്, പറയാൻ പറ്റില്ല.
എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയും ആ എലമെന്റ്. അപ്പൊ അതിന് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ എല്ലാ എലമെന്റിനും എല്ലാ ഹൈബ്രിഡൈസേഷനും പറ്റുമോ? ഇല്ല. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ കാർബൺ sp ഒക്കെ പറ്റും. കാർബൺ sp പറ്റും, കാരണം താഴേക്കുള്ളത് പറ്റും, മുകളിലേക്കുള്ളത് പറ്റില്ല. കാരണം എന്താ? വേക്കൻ ഓർബിറ്റ് വേണം അല്ലെ, എങ്കിൽ മാത്രമാണ് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ, ഓക്കെ. അപ്പൊ ഓർത്ത് നോക്കുക, കാർബണിലേക്ക് എത്ര ഹൈഡ്രജനാ വരാൻ പോണേ? 4. അപ്പൊ ആ 4നും റെഡി ആക്കണ്ടേ നമുക്ക്? ഓക്കെ, ഇവിടെ നോക്കുക, ആ 4. അപ്പൊ ഈ ബ്ലൂ ലൈൻ ഇങ്ങനെ ഡോട്ട് ഇട്ടേക്കുന്നതിന്റെ റീസൺ എന്താ? അത് മിക്സ് ചെയ്ത് എല്ലാം എന്താക്കി? ഈക്വൽ ആക്കി. അപ്പൊ ചില സ്കൂളിൽ ഇങ്ങനെ തരും, ചില സ്കൂളിൽ ഇതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കും. ഇത് കണ്ടോ, ഈ ബോക്സ് അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരേ ലെവലാക്കും. ഇപ്പൊ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഓർത്ത് നോക്കാം. ഇനി ഇവിടെ നോക്കിയേ, 1 1 1 ഈക്വൽ ആയി വരുന്നു. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റിലാണ്. ഇനി ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പില് ആര് വരും നോക്കാം. ഓർത്ത് നോക്കുക, CH4. ഓർത്ത് നോക്കുക, CH4. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി വെക്കും, ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിയേ, എന്താ ഇതാണ് കാർബണിന്റെ ഇലക്ട്രോൺസ്. ഇനി വരുന്നത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഇങ്ങനെ വരും. ഈ ബ്ലൂ ലൈനിൽ എഴുതിയേക്കുന്ന ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആണ്. H ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ എത്ര H ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും? 4. ഇതാണ് CH4. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞ് വരക്കുന്നത്. കേട്ടോ, ഓക്കെ. അപ്പൊ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് sp3 കേട്ടോ. നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങിയോ? തെർമോഡൈനാമിക്സ് എവിടം വരെ എടുക്കും? ആണ്. എൻതാൽപ്പി എടുത്തു. ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് എടുത്തു അല്ലെ? KVK എവിടം വരെ? മനസ്സിലായല്ലോ? ഹൈബ്രിഡൈസേഷൻ എടുത്തു. എടുത്തു. ബോണ്ടിങ് എടുത്തു. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കും. 2 ടീച്ചേഴ്സ് ആണ്. ഒരാണ്. അപ്പൊ എക്സാമിന് വരുമ്പോ എങ്ങനെ രണ്ടും വരും? നിങ്ങൾക്ക് ഒരേ ക്ലാസ് ആണോ? നിങ്ങൾക്ക് എങ്ങനെ എടുത്തു? ഇത് തന്നെയാണ്. ഇത് എവിടം വരെ? ബോണ്ടത്രയ്ക്ക് തുടങ്ങിയിട്ടുള്ളൂ. കുഴപ്പമില്ല. നിങ്ങൾക്ക് അപ്പൊ തെർമോഡൈനാമിക്സ് എവിടം വരെ പോയി ഓർമ്മയുണ്ടോ? ഞാൻ ടേമുകൾ പറയാം, കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് അതില് സിസ്റ്റം, സറൗണ്ടിങ് അതെടുത്തു അല്ലെ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം അതെടുത്തു. നെക്സ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W എടുത്തില്ല. ഡെൽറ്റ യു സി. അപ്പൊ അവിടെ തുടങ്ങിയുള്ളൂ ജസ്റ്റ്. ഓക്കെ, മന്ത്രിക്ക് എവിടം വരെ? ഇത് തന്നെ. ജിയോണൊക്കെ സെയിം തന്നെയാണോ? കൊണ്ടത് നിങ്ങൾ ഒരേ ക്ലാസ് അല്ലേ മോനെ? ഇത് സെയിം തന്നെയാണ് കേട്ടോ. ഇത് ഇത്രയും വരെ ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാണ്. sp3d. sp3d ഹൈബ്രിഡൈസേഷൻ. sp3d ഹൈബ്രിഡൈസേഷൻ. നേരത്തെ ഫോർമാറ്റ് നോക്കിയിട്ട് അതേ പാറ്റേണിൽ എഴുതാൻ നോക്കാം. എങ്ങനെയായിരിക്കും? നേരത്തെ പാറ്റേൺ നോക്കിയിട്ട് അതേ ഫോർമാറ്റിൽ ഒന്ന് പറഞ്ഞു നോക്കിയ ആൻസർ. ഇവിടെ നിന്ന് തുടങ്ങി. ഹൈബ്രിഡ് ഓർബിറ്റൽ. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ? 5 അല്ലെ? ഇക്വാലന്റ് എനർജി. പിന്നെന്തായിരുന്നു അതിന്റെ എക്സാമ്പിൾ അല്ലെ? എസ് ക്യാരക്ടറിന്റെ എഴുതും, പി ക്യാരക്ടർ അതുപോലെ കേട്ടോ. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞു ഡെഫിനിഷൻ എന്തായിരുന്നു? sp3d പറഞ്ഞോ. നേരത്തെ ഫോർമാറ്റ് എഴുതിയേക്കുന്നത് വായിക്കുക, എന്നിട്ട് കാണാതെ അത് പറയാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതും, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. എഴുതിയില്ലേ? എന്താ എഴുതാഞ്ഞ് കേട്ടോ? ഓർത്ത് നോക്കാം. അത് എഴുതണം. ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പൊ എത്ര സമയം?
ഇത് എഴുതിയില്ല, ഡെഫിനിഷൻ എഴുതിയില്ല, പെർസെന്റേജ് എഴുതിയില്ല, അതിന് മുമ്പത്തെ എഴുതിയിട്ടില്ല കേട്ടോ. ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞിട്ട് എഴുതിയാൽ മതി. 1s ഓർബിറ്റൽ എഴുതണ്ട. 1s ഓർബിറ്റൽ, 3p ഓർബിറ്റൽ ആൻഡ് 1d ഓർബിറ്റൽ ഇന്റർമിക്സ് ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽ. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ വരും? 5 വിത്ത് ഇക്വാലന്റ് എനർജീസ്. ഒന്ന് പറഞ്ഞു നോക്കാം. 3p ഓർബിറ്റൽ, ഹൈബ്രിഡ് ഓർബിറ്റൽ വിത്ത് ഇക്വാലന്റ് എനർജീസ്. നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വേർഡിൽ എഴുതണം. 1 എന്ന് പറഞ്ഞാൽ ONE 1 എന്ന് തന്നെ എഴുതണം കേട്ടോ. അല്ലാതെ 1s ഓർബിറ്റൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പ വിട്ടും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം അത് ഇതാണ് ആക്ച്വലി 2p ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയും കേട്ടോ. ONE 1 അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇപ്പൊ എല്ലാവരും ഡെഫിനിഷൻ എഴുതി കേട്ടോ. 1s ഓർബിറ്റൽ ONE കേട്ടോ. അപ്പൊ sp3d ആണ് ഡെഫിനിഷൻ എഴുതിയേക്കുന്നത്. sp3d ഹെഡിങ് sp3d ഹൈബ്രിഡൈസേഷൻ ONE 1 കേട്ടോ. 1s ഓർബിറ്റൽ, 3 THRE 3p ഓർബിറ്റൽ, 3p ഓർബിറ്റൽ, 3p ഓർബിറ്റൽ, 1s ഓർബിറ്റൽ, 3p ഓർബിറ്റൽ and 1d orbital ONE കേട്ടോ. 1d orbital intermix to form 5 hybrid orbital with equivalent energy. 5 hybrid orbital with equivalent energy. S ന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? 20. എങ്ങനെ കിട്ടി? ടോട്ടൽ എത്രയുണ്ട്? 5. 100 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 20. കണ്ടോ, ഓർത്ത് വെക്കുക. 100 ഡിവൈഡ് ബൈ 520. അതില് 3 പോർഷൻ. അപ്പോ 20 എന്ന് പറയുന്നത് 1 പോർഷൻ ആണ് അല്ലെ? ഓക്കെ. അപ്പോ 3 into 20 അപ്പൊ എത്ര കിട്ടും? P 60% P ക്യാരക്ടർ ആയിരിക്കും. ദെൻ 1d ആണ്, എത്രയായിരിക്കും? 20. ടോട്ടൽ എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 100 കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് പെർസെന്റേജ് ഓർത്ത് വെക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. S 20%, P 60, D 20%. Then example എന്തായിരുന്നു? PCl 5. Example PCl 5. Example PCl 5. PCl 5. Example PCl 5 ആണ്. PCl 5 നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ sp3d ആണെന്നുള്ളത്. P അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റില് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർമ്മയുണ്ടോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? 15 ആണ്. അപ്പൊ എങ്ങനെ എഴുതും? 1s2 2s2 2p6 എന്ന് പറയുമ്പോൾ എത്രയായി? 10. പിന്നെ എന്ത് വരും? 3s2 അപ്പൊ 12 ആയി. 3p എത്ര വരും? പറയ്. 3p3. ഓർത്തു നോക്കാം, ഇത് 3 ആണ്. 3 വന്നു കഴിഞ്ഞാല് 3യുടെ കാറ്റഗറൈസേഷനിൽ വരുന്നതാണ് 3d. 3യുടെ കാറ്റഗറൈസേഷനിൽ എന്ത് വരും? 3d. മറ്റേ നേരത്തെ എന്തായിരുന്നു ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? കാർബൺ എന്തായിരുന്നു? 2s2 ആണ്. 2s2 2p ആണ്. 2pയുടെ അണ്ടറില് 2d വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോ ഇത് വേക്കന്റ് d ഓർബിറ്റലാണ്. ഇതെന്തായിരുന്നു? വേക്കന്റ് ആയിട്ട് ഇവിടെ ഒരു 3d ഇരിപ്പുണ്ട്. അപ്പോ എസിൽ എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ്. പിയില് എന്ത് ചെയ്യും? 1 2 3. ഇനി ഡി എന്ന് പറയുമ്പോ 3d ആണ്. അത് വേക്കന്റ് ആണ്, അതില് ആരും ഇല്ല. ഇതാണ് 3d. ഇങ്ങനെയാണ് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ദെൻ എക്സൈറ്റഡ് ആവും. എന്തിനാ എക്സൈറ്റഡ് ആയത്? ഫോസ്ഫറസ്. ഇത് ഗ്രൗണ്ട് ആണ് ആക്ച്വലി. എന്തിനായിരിക്കും എക്സൈറ്റഡ് ആയത്? ഫോസ്ഫറസ് വെറുതെ നിൽക്കുന്നു. ഇത് ഇവിടെ നോക്കിയേ, Cl5 അല്ലെ? ഓർത്ത് വെക്കാം. അപ്പൊ ഓർത്ത് വെക്കാം, ആ ഫോസ്ഫറസിന്റെ അടുത്തേക്ക് ക്ലോറിൻ അല്ലെ? ഓർത്ത് വെക്കുക. ക്ലോറിൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ ആൾക്കാർ വരികയാണെന്ന് കരുതുക അല്ലെ? അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് കസിൻസ് വരികയാണ് ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലെ? ഓക്കെ. ഇപ്പോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഇപ്പോ വല്ലൊരു ഫിലിം സ്റ്റാർ ഒക്കെ വരികയാണ് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കണ്ട് സംസാരിക്കാൻ, നിങ്ങൾക്ക് ഒരു KV പഠിച്ച കുട്ടികളാണ്, നിങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ തരാൻ വേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സൈറ്റഡ് ആവും അല്ലെ? ഓക്കെ. അപ്പൊ എനിവേ
ഇവിടെ ആരാ വരുന്നത്? ക്ലോറിൻ. എത്ര ക്ലോറിനാ വരുന്നത്? 5. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 5 പേരാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. സാധാരണ ഒരു പാരന്റ്സ് ആണ് ചെയ്യാറ്, നിങ്ങളാണുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെ? 5 പേർക്കുള്ള ചെയർ റെഡിയാക്കും. അങ്ങനെയൊക്കെ അല്ലേ ചെയ്യാം അല്ലെ? അല്ലാതെ 2 ചെയറുള്ളൂ അതുകൊണ്ട് 2 പേര് ഇരിക്കുക ബാക്കി താഴ്ത്തിരുന്നോ, അങ്ങനെയാണോ? അല്ല അല്ലെ. അപ്പൊ നമ്മള് അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടൊന്ന് അല്ലെ റെഡിയാക്കും. 100 പേര് വരാണെന്ന് പറയുന്നത് ഇപ്പൊ പറ്റുമോ? ഇല്ല, 100 പേർക്കുള്ള ഹോൾഡ് ചെയ്യാനുള്ള അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ഫോസ്ഫറസിന് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ട്, അതാണ് 5 മാക്സിമം. ഇനി ഇതിലേക്ക് കുറച്ച് ആൾക്കാർ വന്ന ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് കുറയും. PCl3 ആണെങ്കിൽ എന്ത് ചെയ്യും? ഹൈബ്രിഡൈസേഷൻ വീണ്ടും കുറയും കേട്ടോ. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് ഇതിലേക്ക് നോക്കാം. PCl5. അപ്പൊ 5 ആയിട്ടുള്ള ക്ലോറിൻ വരുന്നു. അങ്ങനെ ആവുമ്പോ എത്ര ഓർബിറ്റ്സ് ആണ് നമുക്ക് സെറ്റ് ആക്കേണ്ടത്? ഏതൊക്കെയായിരുന്നു? sp3 പിന്നെന്തായിരുന്നു? d. എത്ര d എടുക്കും? d2. ഉണ്ടോ? ഓർത്ത് നോക്ക്, ഇവിടെ വേക്കന്റ് ആയിട്ടുള്ള ഡീസ് കിടക്കുന്നുണ്ട് അല്ലെ? വേക്കന്റ് ഡീസ് ആ 2 എണ്ണം കൂടി എടുക്കും. അതാണ് ഹൈബ്രിഡൈസേഷൻ കേട്ടോ. ഒരു s, 3 p, പിന്നെ എന്ത് ചെയ്യും? വേക്കന്റ് d. 5 പേര് വരണമെങ്കിൽ 5 പേരെ നമുക്ക് ഹോൾഡ് ചെയ്ത് പോകും. ഏതാ? ഒരു d, സോറി, ഒരു d. 5 എണ്ണം കേട്ടോ. 1 2 3 4 5 ഉണ്ടോ? ഒരു d എടുത്താൽ മതി. അപ്പൊ അത്ര ആൾക്കാർ എടുക്കുന്നതാണ് അടുത്തത്. നമ്മൾ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ കൂടി വരും. ഇവിടെ നിന്ന് എടുക്കുന്നത് ആദ്യത്തെ s എടുത്തു. ഇനി നോക്കിയേ p അല്ലെ? പിക്ക് 1 2 3. ഇനി ഒരു d എടുത്തു. ഓർത്ത് നോക്കാം. ബാക്കി വേക്കന്റ് ആയിട്ടുള്ള ആ d എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. 1 2 3 4 ആയിട്ട്. ഇത് 3d ആണ്. ഇവരുടെ പേരെന്തായിരിക്കും? ഇത് ഞാനൊരു ബ്ലൂ ലൈനിൽ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടൊക്കെ കൊടുക്കും. എന്തുകൊണ്ടാണ്? ഇതിന്റെ പേര് sp3d. അങ്ങനെയാണ് 1 2 3 4 5. ഓക്കെ, ദെൻ ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺ നോക്കിയത് കണ്ടോ? ഇവിടുത്തെ ഈ ഇലക്ട്രോൺ അത് ഈക്വൽ ആയിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ എത്രയാവും? 1 2 3 4 5. ഓക്കെ, 5. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? p എക്സൈറ്റഡ് ആണ്. ഇനി ആ CL വന്ന് അല്ലെ ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കും നോക്കാം. PCl5. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ വരയ്ക്കും. ഇത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് വരാനായിട്ട്. ആര്? ക്ലോറിൻ അല്ലെ? ഓക്കെ, ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ? അതാണ് അടുത്ത സിറ്റുവേഷൻ. ഇത് ആരുടെ ഇലക്ട്രോൺ ആണ്? ഇത് ഫോസ്ഫറസിന്റെ സ്വന്തം ഇലക്ട്രോൺ ആണ് അല്ലെ? അപ്പോ സ്വന്തം ഇലക്ട്രോൺ ആണ്. ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഒറ്റയ്ക്ക് ബോണ്ട് ഉണ്ടാവോ? ഇല്ല അല്ലെ? ഓർത്തു നോക്കുക, ആ ഫോസ്ഫറസിന്റെ ഇലക്ട്രോണിന്റെ അടുത്തേക്ക് പെയറായിട്ട് ആര് വന്നു? ക്ലോറിൻ. കണ്ടോ? ക്ലോറിൻ ഇങ്ങനെ പെയറായി. അങ്ങനെ പെയറായപ്പോ അവിടെ ബോണ്ടായി. ബോണ്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ സ്റ്റെബിലിറ്റി ആവും, അതർവൈസ് അൺസ്റ്റേബിൾ ആകും. സോ PCl5. ഇതിന്റെ പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈബ്രിഡൈസേഷൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. Cl പോലെ വരട്ടെ കേട്ടോ. ഒരേ ഫോർമാറ്റ് ആണ്. മോളിക്യൂൾസ് എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്തത് കാണാതെ വരക്കണം. എന്നിട്ട് ഇൻഡിവിജ്വലി ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് ഇത്രയും എഴുതിയെന്ന് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അതാണ്. അടുത്ത SF6 ആണ്. ബുക്ക് തുറന്ന് ആരും നോക്കരുത് കേട്ടോ. ഓക്കെ, ഓൺലൈനിലെ ആൾക്കാർ പോലും നോക്കൂല എന്ന് പറയാണ്. സാമൂല് ആ പ്രശ്നമൊക്കെ മാറിയോ? എന്തോ നെറ്റ് അല്ലെ ഇടക്ക് പോയിട്ടുണ്ടായി അല്ലേ? ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോ വീട്ടിലാണോ? ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞ ആൾക്കാർ അടുത്ത ഹെഡിങ് എഴുതണം. എന്തായിരിക്കും ഹെഡിങ്? അതും കൂടി നമ്മൾ എഴുതുള്ളൂ. sp3d2. sp3d2 നമ്മൾ എഴുതുന്ന ഒരേ ഫോർമാറ്റിൽ എഴുതി പഠിക്കണം. sp3d2. അടുത്ത ഹെഡിങ് sp3d2. ഡെഫിനിഷൻ തനിയെ എഴുതണം. പെർസെന്റേജ് തനിയെ എഴുതണം. പെർസെന്റേജ് എഴുതണം എന്നില്ല, കാരണം ടോട്ടൽ എത്ര വരും? 6 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നൊക്കെ അറിയാം, പക്ഷെ അത് അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ട് പെർസെന്റേജ് വേണ്ട കേട്ടോ. ഓക്കെ, പെർസെന്റേജ് കണ്ടെത്തണമെങ്കിൽ വേറെ ഒന്നുമില്ല. 100 ഡിവൈഡ് ബൈ 6 അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൽ 1 പോർഷൻ s ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് പെർസെന്റേജ് വേണ്ട കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് എക്സാമ്പിളിലേക്ക് പോക്കോ. എക്സാമ്പിൾ SF6 ആണ് കേട്ടോ. SF6 എസിന്റെ ആറ്റമിക് നമ്പർ 16 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ച് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ ആൾക്കാരെ എന്നെ അടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിലേക്ക് പോവാം.
നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഇന്റർവ്യൂവിൽ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, SF6 സൾഫർ കേട്ടോ. SF6 അതാണ് എക്സാമ്പിൾ കേട്ടോ. നമ്മൾ നേരത്തെ എഴുതിയില്ലേ ഒരു ഇത് വരച്ച സമയത്ത്. അപ്പൊ S ആണ് സെൻട്രൽ ആറ്റം, അതിന്റെ ആറ്റമിക് നമ്പർ 16 ആണ്. ആറ്റമിക് നമ്പർ 16 ആണ്. അപ്പോൾ 16 വെച്ച് ക്ലിയർ ചെയ്ത് എഴുതിപ്പോണം. ആദ്യം ഡെഫിനിഷൻ എഴുതാം, പിന്നെ എക്സാമ്പിൾ എഴുതാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുതും, നിങ്ങളത് കാണും, ഹാപ്പി ആവും. പക്ഷെ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടില്ല. SF6 കേട്ടോ. സൾഫറിന്റെ ആറ്റമിക് നമ്പർ 16 ആണ്. നേരത്തെ ഫോസ്ഫറസ് 15 ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ. സൾഫർ 16 ആണ്, ഫോസ്ഫറസ് 15 ആയിരുന്നു. അപ്പൊ എന്തായിരിക്കും വ്യത്യാസം വരിക? ലോജിക് ഒന്ന് നോക്കിയേ. ചേഞ്ച് ചെയ്യട്ടോ. -2 ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇത് കണ്ടോ, ഇത് 3s2 3p3. അത് എത്രയായിരുന്നു? 15. ഒരെണ്ണം കൂടി കൂടുമ്പോൾ എന്താവും? അത് ഇത് 15 അല്ലേ മോനെ? ഈ ഫോസ്ഫറസ് 15 ആറ്റമിക് നമ്പർ, ഈ സൾഫർ 16. അപ്പൊ എന്ത് വരും? 3s2 ശരിയാ, 3p3 വന്നു കഴിഞ്ഞാൽ 15 ആവുള്ളൂ. 16 ആവണമെങ്കിൽ എത്ര തന്നെ? അപ്പൊ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാം കേട്ടോ. കിട്ടിയോ കേട്ടോ? ഓക്കെ, SF6 മറ്റേ നോക്കുക, എന്നിട്ട് ചെയ്യും. ഇത് സൾഫറിന്റെ നോർമൽ സ്റ്റേജ് ആണ്. നോർമൽ സ്റ്റേജിൽ 3p4 അല്ലേ മോൻ എഴുതിയത്? അപ്പോൾ ഇവിടെ ഡീൽ എഴുതുമോ? ഇല്ല, കട്ടി അവിടെ താഴേക്ക് കേട്ടോ. ഓക്കെ, അടുത്ത എക്സൈറ്റഡ് സ്റ്റേജ്, അത് കട്ടിക്കളായിരുന്നു. ഓ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? വരും. അപ്പോഴാണത് എന്താവുന്നത്? എന്ത് ഓർബിറ്റിലാവും? ഈക്വലായ എന്താ വിളിക്കുക നമ്മള്? ഹൈബ്രിഡ് ഓർബിറ്റൽ കേട്ടോ. ഓക്കെ അല്ലേ? വിത്ത് ഇക്വാലന്റ് എനർജി. ഇവിടെ റൈറ്റ് ആണ് കേട്ടോ. ഇത്രയും വരെ ഒന്നും പറയാനില്ല. ഇതാണ്, പക്ഷെ ഇതിന്റെ പേര് എഴുതണം. sp3d കേട്ടോ. ഓക്കെ, sp3d. അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്നറിയാലോ? ഒരാള് കറക്റ്റ് ആണ്. മോന് മനസ്സിലായോ? ഇവിടെ നോക്കി മോനെ, ഈ ലാസ്റ്റത്തെ മാത്രം നോക്കിയാൽ മതി. ഇതെന്തായിരുന്നു ആക്ച്വലി? ഇതിന്റെ എന്റെ എത്രയാ? 16 അല്ലേ മോനെ വരുന്നത്? അപ്പൊ 16 എന്ന് പറയുമ്പോൾ ഒന്ന് ഫിൽ ചെയ്ത് നോക്കിയേ. 2 + 2 4, 4 + 6 10. 10 കഴിഞ്ഞാൽ 16 ആവാനായിട്ട് എത്ര വേണം? 12. പിന്നെന്തായിരുന്നു? 3p4. ഇത്രയും റൈറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ പിക്ക് എത്ര ബോക്സ് ഉള്ളൂ? മാക്സിമം എത്ര ബോക്സ് ഉണ്ടാവും? പിക്ക് 3 ഉള്ളൂ. പിന്നെന്താ ഇത് ഇത്രയും ബോക്സ് വന്നേ? അപ്പൊ അത് എഴുതരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ വരുമ്പോൾ 3p ആയി. ഇവിടെയാണ് 4th ഇലക്ട്രോൺ വരാം കേട്ടോ. ഓക്കെ, ഇനി വേക്കന്റ് ആയിട്ട് ഇവിടെ നോക്കിയാൽ ഡിക്ക് എത്ര ബോക്സ് ഉണ്ടായിരുന്നു? ഉണ്ടോ? ഓക്കെ, ഇതിനെ റെഫർ ചെയ്തിട്ട് മോൻ എഴുതാൻ നോക്കാം. ഇത് ഈ എക്സ്ട്രാ ഇവിടെ ഒരെണ്ണം വരുള്ളൂ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ബാക്കിയുള്ള ഡിയുടെ ബോക്സ് അതുപോലെ തന്നെയല്ലേ വന്നേക്കുന്നത്? അപ്പൊ അതുപോലെ തന്നെ അപ്പുറത്ത് വെക്കാം. അടുത്ത സ്റ്റെപ്പിൽ നോക്കി ഒരു ബോക്സും കൂടി ഇവിടെ നിന്ന് എടുക്കുമല്ലോ. എന്തുകൊണ്ടാ? എത്ര ഡി എടുക്കണം? 2. ഇവിടെ എത്ര ഡി എടുത്തിട്ടുള്ളൂ? 1. അതാണ് വ്യത്യാസം കേട്ടോ. ഓക്കെ, വരും കേട്ടോ. ഓക്കെ, ഇവിടെ ഒരാൾ കറക്റ്റ് ആയിട്ട് കേട്ടോ, നല്ല ഇതായിട്ട് ഡി ഇപ്പോൾ സ്മോൾ ലെറ്റർ എഴുതണം കേട്ടോ. തരുവില്ല അല്ലേ? ഒക്കെ റൈറ്റ് ആണ്. കിട്ടിയല്ലേ? ചോദിച്ചു.
ആ ഗ്രൗണ്ട് സ്റ്റേറ്റില് ഇത് എത്രയാ 3s2 ഇവിടെ എത്ര 3p4 അല്ലേ ഉള്ളൂ പിന്നെ എന്തിനാ ഈ ഇലക്ട്രോൺസ് ഒക്കെ 3p6 എഴുതിയേക്കണം കണ്ടോ കേട്ടോ രണ്ടെണ്ണം മാത്രം മതി അടുത്ത് എന്ത് ചെയ്യണം ഇതാണ് അപ്പൊ ഇങ്ങനെ ഡോട്ടർ കൊടുക്കണം കേട്ടോ രണ്ട് ഡോട്ടർ കൊടുക്കും കേട്ടോ എക്സൈറ്റഡ് സ്റ്റേജിൽ അപ്പുറത്തേക്ക് പോകും എന്നുള്ള രീതിയിൽ കേട്ടോ ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ റൈറ്റ് ആണ് കിട്ടിയോ 3p4 റൈറ്റ് ആണ് ഇവിടെ 3p4 എന്ന് കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഇതിനാണ് ഈ കൊടുത്തേക്കുന്നതാണ് ഇതിന്റെ പേര് p4 അങ്ങ് വിട്ട് ആ ഡോട്ടഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് sp3d എന്നാണ് കേട്ടോ ഓക്കെ മിക്സ് ചെയ്തല്ലോ sp3d എന്ന് എഴുതണം അവിടെ കേട്ടോ ഓക്കെ ബാക്കിയൊക്കെ റൈറ്റാ വെരി ഗുഡ് കേട്ടോ ഓക്കെ അവിടെ ഫുള്ള് ശരിയാക്കി റെഡിയായിട്ട് നിൽക്കുക നല്ല വെച്ചാണല്ലോ sp3d എല്ലാം റൈറ്റ് ആണ് കേട്ടോ ഓക്കെ അല്ല നേരത്തേക്ക് വന്ന് പഠിക്കുമ്പോ മാർക്ക് കിട്ടറാണ് വെറുതെ പറഞ്ഞ അങ്ങനെയൊന്നും വരില്ല അടുത്ത പ്രാവശ്യം ചലഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മാർക്കൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ വേണം കേട്ടോ ഓക്കെ കിട്ടിയാ മതി മനസ്സിലായ കൺസെപ്റ്റ് p4 ഇവിടെയും വരെ റൈറ്റ് ആണ് ഇനി എന്ത് ചെയ്യും എത്ര ഇവിടെ നിന്ന് 2 ബോക്സും കൂടി എടുക്കും അല്ലെ അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ 1 1 ആണ് ആയിക്കില്ല 1 2 3 5 6 7 വന്നിട്ടുണ്ട് 6 വന്നാ പോരെ കേട്ടോ ഓക്കെ എന്നിട്ട് അതിന്റെ പേര് sp3d കിട്ടിയോ ഇത് റൈറ്റ് ആണ് ആക്ച്വലി ഇല്ല ഒരു മിനിറ്റ് ഇവിടെ ഒരു കുഞ്ഞറുണ്ട് 3p3 അല്ല 3p4 ആണ് കേട്ടോ ഓക്കെ പിയിലല്ലേ 4 വരാം കേട്ടോ ഓക്കെ 3p4 അപ്പൊ ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ ഇവിടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും ഓക്കെ ഇനി ഈ ഇലക്ട്രോൺ അല്ല ഇവിടെ അല്ല വരണ്ട അത് മാത്രമേ ഉള്ളൂ എറർ കേട്ടോ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 2 ബോക്സ് എടുക്കും ഉണ്ടോ ഓർത്ത് നോക്കാം അപ്പൊ എടുക്കും ബാക്കിയൊക്കെ ചെയ്തേക്കുന്ന റൈറ്റ് ആണ് ആക്ച്വലി ഇപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ 1 2 3 4 5 6 അതാണ് ഈക്വൽ ആയിട്ട് കൊടുത്തേക്കുന്നത് അടുത്ത സ്റ്റെപ്പിൽ ഇതിലൊക്കെ ആര് വരും ഫ്ലൂറിൻ വരും കേട്ടോ ഓക്കെ അതാണ് റൈറ്റ് ആണ് നമ്മൾ കൊടുത്ത അതേ പാറ്റേൺ നോക്കിയാൽ മതി കേട്ടോ കിട്ടിയോ ഒന്ന് പറഞ്ഞു കേട്ടോ കിട്ടിയോ വെരി ഗുഡ് കേട്ടോ ഓക്കെ മനസ്സിലായി കിട്ടിയോ എസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമുക്ക് PCl5 അല്ലെ ഇതേ മെത്തേഡ് ഓർത്തു sp3s2 3p3 ആണ് അതിന് എത്രയായിരുന്നു ആറ്റമിക് നമ്പർ 15 അപ്പൊ സൾഫർ എത്രയാ 16 അപ്പൊ എത്ര വരും എന്താ വ്യത്യാസം ഒരെണ്ണം കൂടും അല്ലെ 3p4 അതാണ് ഇപ്പൊ പിയിൽ 3 അല്ലേ ഉള്ളൂ മോനെ 4 വേണ്ടേ അപ്പൊ എന്ത് ചെയ്യണം ആദ്യം സിംഗിൾ ഫിൽ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം പെയർ ചെയ്യണം അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ വന്നു ഓക്കെ 3p4 ഇനി എസിന്റെ അടുത്തേക്ക് ആരാ വരാൻ പോണേ അല്ലെ എത്ര ഫ്ലൂറിൻ വരുന്നുണ്ട് 6 ഉണ്ട് അല്ലെ അപ്പൊ എത്ര ബോക്സുകൾ എടുക്കണം 1 2 3 4 അല്ലേ ഉള്ളൂ ഓരോ ബോക്സ് ആണ് എടുക്കേണ്ടത് ഇവിടെ ഡിയിൽ എത്ര ബോക്സസ് ഉണ്ടാവും അതാണ് വരക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ എന്ത് കണ്ടോ ഒരേ ഫോർമാറ്റിലാണ് വരക്കണേ ഞാൻ ശ്രദ്ധിച്ചറിയാം കേട്ടോ ഓക്കെ ഇനി ഈ ഡിന്ന് 2 കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ലേ ആ കട്ട് ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ ഇവിടെ എത്രയോ 6 അപ്പൊ ഇവിടെ 3d ഉള്ളു കേട്ടോ ഇവിടെ d2 ഒന്നുമില്ല ആകെ 3d ആണ് ആക്ച്വലി ഇവിടെ എത്ര എണ്ണം വരും 6 1 2 3 4 അല്ലെ 5 6 ഇതിനെ വിളിക്കുന്ന പേര് sp3d2 ഓക്കെ ആണോ ഇതിലെല്ലാം 1 വരും എഴുതിയേക്കുന്ന പാറ്റേൺ നോക്കുക നേരത്തെ എഴുതിയ പോലെ ഒരുമിച്ച് എഴുതിയല്ലേ അങ്ങനെ കിട്ടാൻ എന്താ എന്തുപറ്റി എഴുതാത്ത എന്തുപറ്റി ഇതൊക്കെ എന്താ പറ്റി ഞാൻ ശരിയായിക്കോട്ടെ കേട്ടോ ഓക്കെ എന്താ പറ്റി അങ്ങനെ ഞാനത് വരപ്പിച്ചിട്ട് വിടുള്ളൂ കേട്ടോ ഡൺ മെത്തേഡ് കിട്ടിയത് നടക്കില്ല കേട്ടോ SF6 അടുത്തതിൽ എങ്ങനെ വരും ഇത് നോക്കിയാൽ F6 അല്ല SF6 S കൊടുക്കുക കേട്ടോ SF6
ഉണ്ടോ? അടുത്ത സ്റ്റെപ്പിൽ അതിങ്ങനെ ജോയിൻ ചെയ്ത് വരും കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വിട്ടുള്ളൂ കേട്ടോ. നന്നായി, ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഒരാളെ കിട്ടി എനിക്ക് കേട്ടോ, ഓർത്ത് ഇരയായി. ഓക്കെ, ശരിയാക്കി തരാം. ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മെത്തേഡ് കറക്റ്റ് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ദേ ഇവിടെ നോക്കി കേട്ടോ, ബോർഡിൽ എഴുതിപ്പിക്കും കേട്ടോ. ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഞാൻ ചെയ്യുന്ന ഒരേ ഫോർമാറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഒരേ ഫോർമാറ്റ്. PCL5 അവിടെ വരച്ചു. നമ്മൾ ഇന്ന് SF6 ആണ് നോക്കുന്നത്. SF6ല് സൾഫർ എന്താണ്? ആറ്റമിക് നമ്പർ 16 ആണ്. 16 വരുമ്പോ നമുക്കറിയാം അവിടെ എത്രയായിരുന്നു? 15 ആണ്. ഇവിടെ ഫോസ്ഫറസിന് 15 ആയിരുന്നു അല്ലെ, ഇത് 15 ആണ്. അപ്പോ ഇത് 16 ആകുമ്പോ എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് സ്റ്റേറ്റിനാണ് G എന്നൊക്കെ ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ 16 ആകുമ്പോ എന്താ വ്യത്യാസം വരിക? 3s2 3p4. പിന്നെന്തായിരുന്നു? 3d വേക്കന്റ് ഓർബിറ്റിലാണ് അല്ലെ, 3d. അപ്പൊ നേരത്തെ എഴുതിയതും ഇതും തമ്മിൽ ആകെ വ്യത്യാസം. നിങ്ങൾ കാണാതെ പഠിക്കാൻ നോക്കില്ലേ, മെത്തേഡ് മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, കാരണം ഇതല്ലാതെ വേറെ കോമ്പൗണ്ട് ഞാനിപ്പോ തരും, അപ്പൊ കിട്ടണം. ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരും കണ്ടോ, എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു. ദെൻ ഇവിടെ എന്തായിരുന്നു? 3d. എത്ര വേക്കന്റ് ഓർബിറ്റില്ല? 3d. 3d എന്ന് പറയുമ്പോ എത്ര എണ്ണം വരും? 1 2 3 4 5. 3d കേട്ടോ. അപ്പോ 3d എന്ന് പറയുന്ന ഒരു ഏരിയ വന്നു. ദെൻ നെക്സ്റ്റ് ഈ സൾഫറിന് എന്ത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞേ? എക്സൈറ്റഡ് സെയിം IF7 ആണ് വരക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സിയാണ് വരക്കാൻ പോകുന്നത് IF7 ആണ്. അപ്പോ ശ്രദ്ധിച്ചു കൊണ്ടുവരണം കേട്ടോ. ഇതിന്റെ മെത്തേഡ് മനസ്സിലായോ? ഇവിടെ എന്തായിരുന്നു? 6 ആണ്. 6 വരുമ്പോ എത്ര ബോക്സുകൾ ഇവിടെ നിന്ന് എടുക്കണം? 6. അപ്പോ എങ്ങനെ ഫിക്സ് ചെയ്യും? 1 2 3 4 മര്യാദ വരക്കാം കേട്ടോ. ഓക്കെ, പുറത്തുമൊക്കെ ഒരുമിച്ച് അങ്ങ് വരച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 1 2 3 4 5 6 ഉണ്ടോ? ഓർത്ത് നോക്കുക. അത് എവിടെ നിന്ന് എടുത്തേ? ഈ ഒരു ബോക്സ്, ഇത് 2 3 4 5 ഉണ്ടോ? ഓർത്ത് നോക്കുക. ഓർത്ത് നോക്കുക. അപ്പൊ 3 + 1 4 4 + 2 6 ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? sp3d2. ദെൻ ബാക്കി റിമൈനിങ് എത്രയുണ്ട്? 3. ഇന്ന് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇതാണ് 3d അല്ലെ. അപ്പൊ 3d എന്നാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. ഇനി ഇതിലുള്ള ഈ ഇലക്ട്രോൺസുകൾ നോക്കി, ഇത് 1 2 അല്ലേ, അത് അല്ലെ. ഇത് എക്സ്ട്രാ താഴേക്ക് വന്നേക്കുന്നത്, അത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇതിലേക്ക് അല്ലെ. അതാണ് മിക്സ് ചെയ്യുന്നത്, ഈക്വൽ ആക്കണ്ടേ നമുക്ക് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ 1 2 3 4 5 6 ഉണ്ടോ? ഇവിടെ നോക്കാം, ഇവിടെ 5 ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു? 6. അപ്പൊ അടുത്ത 3 വരക്കാൻ പോകുന്നതിൽ എന്താക്കണം? 7 അല്ലേ. ഓക്കെ, ദെൻ അതിലേക്ക് ആര് വരും? അടുത്ത സ്റ്റെപ്പില് ഉണ്ടോ? സ്റ്റെപ്പ് ഒരേ മെത്തേഡ് ഉണ്ടോ? SF6. അപ്പൊ SF6 വരുമ്പോ എന്ത് വരും? 1 ഇലക്ട്രോൺ ഇങ്ങനെ വന്നു. ദെൻ ഇതിലേക്ക് ഫ്ലൂറിൻ വരും. ഓക്കെ, ഫ്ലൂറിൻ വരും. 1 2 3 4 5 6. ഇതാണ് മെത്തേഡ്. വേഗം എല്ലാവരും കഴിഞ്ഞല്ലേ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ കഴിഞ്ഞായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൂടി. ഒരാൾക്ക് എറർ വന്നുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടി വരും. IF7 കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക, IF7. ബ്രാഗിൽ ഹൈബ്രിഡൈസേഷൻ എഴുതി വെക്കുക. ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. എന്തായിരുന്നു? sp3 പറയ്. sp3d3 വേഗം എഴുതാം കേട്ടോ. sp3d3 IF7. EF7 ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ എഴുതണം. IF7. അയഡിൻ എത്രയായിരിക്കും?
IF7 കേട്ടോ, ഓർത്ത് നോക്കുക. അത് പറഞ്ഞു തന്നേക്കാം, ഇവിടെ ശ്രദ്ധിക്കുക. IF7 നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ തേർഡ് ചാപ്റ്റർ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് താഴേക്കുള്ള എന്റെ എല്ലാം പഠിച്ചു വെക്കേണ്ടത്. അതിൽ പഠിപ്പിച്ചേക്കുന്നത് 17th ഗ്രൂപ്പ് ശ്രദ്ധിക്കുക കേട്ടോ. 17th ഗ്രൂപ്പ് ആരായിരുന്നു? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലൂറിന് മാത്രം നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. ഫ്ലൂറിൻ 9 ആണ്, അറ്റമിക് നമ്പർ 9. 9 വരുമ്പോൾ എങ്ങനെയാ? 1s2 2s2 2p, വേറെ ആരും പറയില്ല, 2p5. അപ്പൊ ലാസ്റ്റത്തെ എന്തായിരുന്നു പറഞ്ഞേ? 2p5 ഉണ്ടോ? അങ്ങനെയാണ് ഈ ക്ലോറിൻ എന്തായിരിക്കും? ടൂവിന് പകരം എന്താവണം ഇവിടെ? 3s2 3p5. ബ്രോമിൻ എന്തായിരിക്കും? ഇത് 2 ആണ്, അപ്പൊ ഇതെന്തായിരിക്കണം? 3. അപ്പൊ ബ്രോമിൻ എന്തായിരിക്കും? പറഞ്ഞോ, ശരിയാ, ഉറക്കനെ പറ. 4s2 അല്ല ഇത് കാണുമ്പോൾ എളുപ്പമല്ലേ? ഇത് കണ്ടോ? 4s2 അപ്പൊ എന്തായിരിക്കും? 4p5. അങ്ങനെയാണെങ്കിൽ അയഡിൻ കണ്ടോ? അയഡിൻ ഏത്? 5s2 5p5 കേട്ടോ, ഓർത്ത് നോക്ക്. ഇതൊന്നും ആരും പറഞ്ഞു തരൂല, ചോദിക്കും, നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് എവിടെ നിന്ന് പഠിച്ചതാണ്? തേർഡ് ചാപ്റ്റർ. അടുത്ത വർഷമൊക്കെ ഇതുപോലെ വരും അല്ലേ? ഓർത്തു നോക്കാം. ദെൻ ഓക്സിജന്റെ താഴെ എന്തൊക്കെയായിരുന്നു? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം അല്ലേ? ഓക്കെ. അപ്പോ ഈ വർഷം ആ ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം അവന്മാർ സെലീനിയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അല്ലാതെ അതിൽ നിന്ന് വേറെ ക്വസ്റ്റൻസ് ഒന്നും വരില്ല. പക്ഷെ 12th മിക്സ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓർത്ത് നോക്കുക. അപ്പോ ഇത് അല്ലെ, ഇതിനെ വിളിക്കുന്നത് എന്താ? ഷെൽ. ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാ? ഷെൽ. ഈ ഷെൽ ഏതായിരുന്നു? KL. എല്ലിലാണിത്. ഇത് ഏതായിരുന്നു? M അല്ലെ? KLM ഉണ്ടോ? ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. NO ഉണ്ടോ? ഓർത്ത് നോക്കുക, ആ രീതിയിൽ പോകും. അപ്പോ അയഡിൻ IF7. ഇനി ഞാൻ പറഞ്ഞു തരൂല. IF7 ബോർഡിൽ വരക്കണം ആഗ്രഹം. കണ്ടോ? ഞാൻ പറഞ്ഞു ബോർഡിൽ വരക്കാം, ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. ഉണ്ടോ? ഓക്കെ, ഗുഡ്. ഇവിടെ നിന്നിട്ട് വരക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. അയഡിൻ കേട്ടോ. ഓക്കെ, അയഡിൻ എന്തായിരുന്നു? 5p5 അല്ലേ? ഓക്കെ. അപ്പോ S ഇങ്ങനെ വരച്ചു, P അല്ലേ, ഒന്നെണ്ണം വരച്ചു, D വേക്കൻ എന്ത് തന്നെയായിരിക്കും? 5D കേട്ടോ. ഓക്കെ, 5D. ഈ ഡി ഓർബിറ്റിൽ താഴേക്ക് ആക്കി വരാം കേട്ടോ. ഇത്രയും ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇലക്ട്രോൺസ് ഒക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. ഇവിടെ കയറി വരച്ചു, കുറച്ചായിട്ട് ഇരിക്കട്ടെ. ചെയ്തോ കേട്ടോ. കെമിസ്ട്രിക്ക് നോട്ടില്ല, ശരിയായി. ശരി, ശരിയോ? റൈറ്റ് ആണ് കേട്ടോ. എളുപ്പമല്ലേ? ഈസി അല്ലേ?
എത്രേ ഉള്ളൂ അല്ലേ? സിമ്പിൾ. അടുത്ത ക്ലാസ്സിൽ നോട്ട് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണം. ഇതെന്താണത്? പ്രാക്ടിക്കലിന്റെ ബുക്ക്. കുഴപ്പമില്ല കേട്ടോ, പുതിയ നോട്ട് ആയിട്ട് എന്നെ കാണിക്കണം കേട്ടോ. ഓക്കെ, ഉണ്ടോ? എഴുതി പഠിക്കുമായിരുന്നു. ഒന്ന് ക്ലാസ് എടുക്കുന്നത് വീട്ടിൽ പോയിട്ട് എഴുതി ആ കൊച്ചു പഠിച്ചു, അതുകൊണ്ടൊരു ബുക്ക് തീർന്നു ഉണ്ടോ. അതുകൊണ്ടാണ് വേറെ ബുക്കിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കണം കേട്ടോ, ഇതിലേക്ക് ഒന്ന് പകർത്തണം കേട്ടോ. നമുക്ക് കണ്ടിന്യൂഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ കരുതുന്നു ഇത് എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കരുതും. പക്ഷെ നമുക്ക് എക്സാമിന്റെ സമയത്ത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നമുക്ക് നല്ലൊരു നോട്ട് ഉണ്ടെങ്കിൽ കേട്ടോ, ഓർത്ത് ആ നോട്ട് വളരെ ചെറുതായിരിക്കണം, പ്രിസൈസ്ഡ് ആയിരിക്കണം. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് തന്നെ വായിക്കാൻ തോന്നണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കില്ല കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എഴുതുന്ന നോട്ട് നിങ്ങൾക്ക് പിന്നെ വായിക്കാൻ തോന്നുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ എഴുതി വെക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഹൈബ്രിഡൈസേഷന്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ തീർന്നു കറക്റ്റ് ഓർഡറിൽ. ഇനി നമുക്ക് ഇവിടെ നിന്നും ഈ ചാപ്റ്ററിന് ഓർഗാനിക്കിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. ഓർഗാനിക്കിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഏതാ കേട്ടില്ല? മനസ്സിലായില്ല? ഡോട്ടഡ് വരക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഡോട്ടഡ് വരക്കണം കേട്ടോ, പറഞ്ഞ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. SP അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. sp3d3 കേട്ടോ, sp3d3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ആണ് എന്ന് ഇങ്ങനെ കാണിക്കണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരിടത്തും ഹൈബ്രിഡൈസേഷൻ പറഞ്ഞില്ല അല്ലെ. ഓക്കെ, മാർക്ക് കിട്ടില്ല. അപ്പൊ sp3d3 ആണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഹൈബ്രിഡൈസേഷന്റെ മെയിൻ ഫ്രെയിം ഇങ്ങനെയാണ്. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓർഗാനിക്കിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഓർഗാനിക്കില് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൽക്കെയിൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചില്ലേ കഴിഞ്ഞ വർഷം? ആൽക്കീൻ, ആൽക്കൈൻ കേട്ടോ. ഓക്കെ, അത് നമുക്ക് ഹൈഡ്രോ കാർബണിൽ എടുക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ ഈ വരുന്ന സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിന് വരുന്നത് sp3 ആണ്. ഡബിൾ ബോണ്ട് വന്ന sp2 ഹൈബ്രിഡൈസേഷൻ, ട്രിപ്പിൾ ബോണ്ട് വന്ന sp. അതിന്റെ ഹൈബ്രിഡൈസ് ഡയഗ്രാം വരക്കാനുണ്ട്. എന്തായിരുന്നു? ഹൈബ്രിഡൈസ് ഡയഗ്രാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെല്ലാത്തിനും ഹൈബ്രിഡൈസ് ഡയഗ്രാമുകൾ ഉണ്ട്, അതും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി വരക്കാൻ പോകുന്നത് എന്തായിരുന്നു? ഹൈബ്രിഡൈസ് ഡയഗ്രാംസ് ആണ് ആക്ച്വലി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആൽക്കൈൻ്റെ ഒക്കെ വരക്കുന്നത് കേട്ടോ. ഹൈബ്രിഡൈസ് ഡയഗ്രാം ഇങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. DEF2 കേട്ടോ. ഓർത്ത് നോക്കുക. രണ്ടെണ്ണം നമുക്ക് വരക്കാനുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഹൈബ്രിഡൈസ് ഡയഗ്രാം നമുക്ക് sp3 വരെ വരച്ചു നോക്കാം കേട്ടോ. അപ്പോ BeCl2 ഹൈബ്രിഡൈസ് ഡയഗ്രാം അല്ലെങ്കിൽ sp3 എന്ന് പറയുന്ന അതുവരെ നമുക്ക് വരക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? sp അല്ലെ. sp ആണ് BF2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഹൈബ്രിഡൈസേഷൻ? sp. അപ്പോ ഇതിന്റെ ഡയഗ്രാം, ഹൈബ്രിഡൈസ് ഡയഗ്രാം വരക്കാൻ ചോദിക്കും. അങ്ങനെ ഹൈബ്രിഡൈസ് ഡയഗ്രാം വരക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതാണ്. എസിന്റെ ഷേപ്പ് എന്തായിരുന്നു? എസിന്റെ ഷേപ്പ് നമ്മൾ പഠിച്ചാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ. എസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ, പിയുടെ ഷേപ്പ് ഡംബൽ, ഡിയുടെ ഷേപ്പ് ഡബിൾ ഡംബൽ. ഓക്കെ, അപ്പോ ഇത് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽ ആവും അല്ലെ. മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഹൈബ്രിഡ് ഓർബിറ്റൽ. ആ ഹൈബ്രിഡ് ഓർബിറ്റലിന് ഒരേ ഷേപ്പാണ് കേട്ടോ, ഒരേ ഷേപ്പാണ്. നേരത്തെ ഇയാളുടെ വീട്ടിലേക്ക് 4 പേര് വന്നു. അങ്ങനെ വന്ന സമയത്ത് അല്ലെ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെ ആപ്പിളിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാവും. പക്ഷെ അയാൾ അതല്ല ചെയ്തത്. ഈ മിക്സിയിലിട്ട് അടിച്ച് അത് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള അയാളുടെ വീട്ടിലുള്ള ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. അപ്പൊ ഒരേ ഷേപ്പാണല്ലേ അല്ലെ. അപ്പൊ ഇനി ഓറഞ്ച് ആണ്, ഗ്രേപ്സ് ആണെന്നൊക്കെ പറഞ്ഞ ഒരേ ഷേപ്പ് അങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, അതിനെല്ലാത്തിനും ഒരേ ഷേപ്പിലാക്കി. അങ്ങനെ ഉള്ള ആ ഷേപ്പാണ് ഹൈബ്രിഡ് ഡയഗ്രാം. ഹൈബ്രിഡ് ഡയഗ്രാമത്തിന്റെ ഷേപ്പ് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ലോബ് ബിഗർ, മറ്റേ ലോബ് എന്തായിരിക്കും? സ്മോൾ. അപ്പോ sp ഹൈബ്രിഡൈസേഷനിൽ ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടാവും? ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും അല്ലെ. sp-യിൽ എങ്ങനെയാ വരാം? ഒരു s ഒരു p. മിക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2p ഓർബിറ്റൽ. sp3d എത്രയാ ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? ഒരു s 3p ഒരു t. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 5. അപ്പൊ ഇതുപോലത്തെ എത്ര ലോബ്സ് ഉണ്ടാവും? 5. അപ്പൊ ഇവിടെ sp ആണ്. sp-ക്ക് എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം. അപ്പൊ നമ്മള് BF2ന്റെ ഷേപ്പ് അറിയാലോ. എങ്ങനെയാ വരച്ചത് BF2?
ഷേപ്പ് പറഞ്ഞ BF2ന്റെ ലീനിയർ ഉണ്ടോ? ഓക്കെ, ഈ ലീനിയർ ഈ ഷേപ്പിന്റെ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ബെർലിയോ ആണ്. ബെർലിയത്തിന്റെ ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലോബ് വരച്ചു. ഓക്കെ, ഇതുപോലത്തെ എത്ര ഉണ്ട്? 2 ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും, 2 ലോബ്. ഇതാണ് ബെർലിയം. നമ്മൾ ഓർത്ത് നോക്കാം. ഇനി ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എവിടെയാണ്? എസിലാണോ പിയിലാണോ? ഫ്ലൂറിൻ ഇപ്പൊ പറഞ്ഞല്ലേ, അയഡിൻ ഫ്ലൂറിനൊക്കെ എവിടെയാ ലാസ്റ്റ് ഇലക്ട്രോൺ? പി. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2s2 2p5. അപ്പൊ ഫ്ലൂറിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാ? പിയിലാണ്. പിയുടെ ഷേപ്പ് എന്തായിരുന്നു? അതാണ് ഫ്ലൂറിൻ. പിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞേ പറയ്. ഡംബൽ. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, പിയും ഇവിടെയും ഡംബൽ വരച്ചു. ഇതാണ് ഫ്ലൂറിൻ. ഇതാണ് ഹൈബ്രിഡ്. കേട്ടോ, ഓർത്ത് നോക്കുക. ഓർബിറ്റൽ ഡയഗ്രാം, ഹൈബ്രിഡ് ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. BF2 എടുത്ത് വരച്ചു. അപ്പൊ ലീനിയർ തന്നെ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ എവിടെയായിരുന്നു? പിയില്. ഓർത്ത് നോക്കുക. പിയുടെ ഷേപ്പ് എന്തായിരുന്നു? പിയുടെ ഷേപ്പില് ഡംബൽ. ഓർത്ത് നോക്കുക. ഹൈബ്രിഡ് ഓർബിറ്റൽ എങ്ങനെ വരക്കാവൂ? ഒരു ഡംബൽ വലുതും ഇത് കണ്ടോ ചെറുത്, അതുപോലത്തെ 2 എണ്ണം ഇങ്ങനെ വരച്ചു. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഈ ഷേപ്പ് നോക്കിയിട്ടാണ് വരക്കേണ്ടത്. ഉണ്ടോ? ഈ ഷേപ്പ് നോക്കിയിട്ടാണ് ഞാനിത് വരച്ചത്. ശ്രദ്ധിച്ചറിയാം, മെത്തേഡ് പഠിക്കണം കേട്ടോ. എക്സാമിനൊക്കെ വരുമ്പോൾ പെൻസില്, പേന അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഭംഗിയിൽ വരക്കണം. ഒരേ കളറൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഏതാണ്ട് പോലെ വരികയും കേട്ടോ. ഓർത്ത് നോക്കുക, കുറെ ഇതാണ്. അപ്പോ 2 കളേഴ്സൊക്കെ പകരം ഒരാള് അല്ലെ ഇത് പേന കൊണ്ടാണെങ്കിൽ ഇത് പെൻസിൽ കൊണ്ട് വരച്ച് കേട്ടോ. ഷെയ്ഡൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അടുത്ത് എങ്ങനെ വരക്കും നിങ്ങൾ നോക്കിയേ. വേണ്ട ലോജിക്കില് തനിയൊന്ന് ആലോചിച്ചാൽ കിട്ടും. BF3. BF3യുടെ ഷേപ്പ് എന്തായിരുന്നു? ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? പറയൂലേ? sp2. ഓർത്ത് നോക്കുക. എന്തുകൊണ്ട് sp2? എത്ര ഫ്ലൂറിൻ ഉണ്ട്? 3 ഫ്ലൂറിൻ അല്ലെ? 3 ഫ്ലൂറിൻ വരുമ്പോ ഒരു S 2p അല്ലെ? ഒരു S 2p. ഈ ബ്രോമിന്റെ അടുത്തേക്ക് 3 ഫ്ലൂറിൻ വന്നു, അതുകൊണ്ടാണ് ഒരു S 2p അല്ലെ? 3. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിന്റെ ഷേപ്പ് എന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. ഉണ്ടോ? ഓക്കെ അല്ലെ? ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നുണ്ട് ഫ്ലൂറിന് ഇവിടെ. എങ്ങനെ വരക്കും? ബ്രോമിൻ അല്ലെ? ഇവിടെ നോക്കി, ഈ ഡോട്ട് ആണ് നമ്മുടെ ബ്രോമിൻ. ഉണ്ടോ? ഓക്കെ, ഇവിടേക്ക് എത്ര ഹൈബ്രിഡ് ഓർബിറ്റിലാണ് വരേണ്ടത്? 3. ഫസ്റ്റ് ഹൈബ്രിഡ് ഓർബിറ്റിൽ ഉണ്ടോ? ആ ഫ്ലൂറിന്റെ ആ ഭാഗം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരക്കാം. ഉണ്ടോ? ഓക്കെ, അടുത്ത ഹൈബ്രിഡ് ഓർബിറ്റിൽ എങ്ങനെ വരക്കും? ഈ സൈഡിലേക്ക് ഉണ്ടോ? ഇങ്ങനെ എടുക്കുക, ഇവിടെ വരക്കാം. ഇനി അടുത്ത ഹൈബ്രിഡ് ഓർബിറ്റിൽ നോക്കിയേ, ഉണ്ടോ? ഇങ്ങനെ എടുത്ത് ഇവിടെ ഉണ്ടോ? അപ്പോ ബ്രോമിനിൽ 1 2 3. എന്തുകൊണ്ടാണ് 3 വന്നേ? 1 2 3 അല്ലെ? sp3. ടോട്ടൽ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ കേട്ടോ. ഒരു സിംഗിൾ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ ലോബ്, ഒരു ചെറിയ ലോബ്. ഇനി നെക്സ്റ്റ്, ഇവിടെ എല്ലാം ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത്? പിയില് അല്ലെ? ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോബ് വരുന്നത്. അപ്പൊ മിഡില് ആരാണുള്ളത്? ബോറോൺ. ഇവിടേക്ക് ആരാളെ? ഫ്ലൂറിൻ. ഇവിടെയൊക്കെ ഫ്ലൂറിൻ ആണ്. ഉണ്ടോ? ഫ്ലൂറിൻ. അടുത്ത ഏതായിരിക്കും? ഒരെണ്ണം കൂടി വരക്കാനുണ്ട് നമുക്ക്. CH4 എങ്ങനെയായിരിക്കും? CH4 കാർബൺ ഷേപ്പ് എന്തായിരുന്നു? ടെട്രാഹിഡ്രൽ അല്ലെ? ടെട്രാഹിഡ്രൽ. അപ്പൊ ഇതേപോലെ ഇങ്ങനെ കാർബൺ വരക്കുന്നു. എത്ര ലോബ്സ് ഉണ്ടാവും ഈ കാർബണിന് ചുറ്റും? എന്തേ നോക്കിയേ, sp3 അല്ലെ? sp3 എന്ന് പറയുമ്പോ 4 ആണ് വരിക അല്ലെ? ഒരു S ഉം 3 p. sp3. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ കാർബൺ, ആ കാർബണിന്റെ ഇതാണ് ഫസ്റ്റ് കാർബൺ അല്ലെ?
ഇതിലേക്കൊക്കെ ഹൈഡ്രജൻ വരും. ഹൈഡ്രജന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ഹൈഡ്രജൻ എസ് ആണ്. എസിന്റെ ഷേപ്പ് സ്പെറിക്കൽ. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇവിടെ എല്ലാം ഓവർലാപ്പ് ചെയ്യുന്ന റൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇത് കാർബൺ, ഇതെല്ലാം ഹൈഡ്രജൻ ആണ് കേട്ടോ. CH4 CH4 CH4. ഓക്കെ അല്ലേ? അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷൻ ഇൻ, നെക്സ്റ്റ് ഹെഡിങ് sp3 ഹൈബ്രിഡൈസേഷൻ ഇൻ. ഇത് വരച്ചിട്ട് മതി കേട്ടോ. വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് മതി. എല്ലാവരും എഴുതിയില്ലേ? അടുത്ത ഹെഡിങ് കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷൻ ഇൻ C2H6 മോളിക്യൂൾ. C2H6 മോളിക്യൂൾ നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. sp3 hybridization of C2H6 molecule. C2H6 molecule. വരച്ചോ ഇത്. ഓക്കെ, C2H6 molecule. C2H6 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? C2H6 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ശരിയാ, പറഞ്ഞോ. ഈഥേൻ അല്ലെ? ഈഥേൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംഗിൾ ബോണ്ടഡ് ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ അവിടെ എഴുതി നോക്കുക, സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. ബ്രാക്കറ്റിൽ കേട്ടോ. ഓക്കെ, അവിടെ മനസ്സിലാവണം, സിംഗിൾ ബോണ്ടിലാണ് വരിക. സിംഗിൾ ബോണ്ടിനെല്ലാം sp3 ആണ്. സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. അപ്പോ അതിന്റെ മുഴുവനും കാര്യങ്ങൾ എഴുതണം. C2H6 അപ്പൊ നിങ്ങൾ 11th പഠിച്ച, സോറി 10th പഠിച്ച പോലെ നമ്മൾ എഴുതാ കാർബൺ അല്ലെ? സിംഗിൾ ബോണ്ട് വന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ വരച്ചേക്കുന്നേ. ഇനി കാർബണിന്റെ വാലൻസി എത്രയാന്ന് പറയാം? 4 ടെട്രാ വാലൻസി അല്ലെ? ഓക്കെ, അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഹൈഡ്രജൻ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഹൈഡ്രജൻ ഇതാണ് CH3 സിംഗിൾ ബോണ്ട് CH3 കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ടിന് നമ്മൾ വിളിക്കുന്ന പേര് സിഗ്മ ബോണ്ട് എന്നാണ്. എന്താ വിളിക്കുന്നത്? സിഗ്മ ബോണ്ട്. അത് നമുക്ക് ഡെഫിനിഷൻ ഒക്കെ എഴുതാനുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ പാരലൽ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റലാണ്. ശരിക്കും ഈ ടോപ്പിക്കിന് മുമ്പാണ് അത് കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, സിംഗിൾ ബോണ്ട് വന്ന എല്ലാം എന്തായിരിക്കും? സിഗ്മ ബോണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്രസന്റ് ഇൻ ഈഥെയിൻ എന്ന് ചോദിച്ചാൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? കൗണ്ട് ചെയ്തേ. 6 ആണോ? അല്ല, 7. ഇതും കൂടി കൂട്ടണം. 1 2 3 4 5 6 7 സിഗ്മ ബോണ്ട് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലല്ല, ഏത് ചാപ്റ്റർ? ഹൈഡ്രോ കാർബണിലെ എക്സാമ്പിൾ കേട്ടോ. ഈ ചാപ്റ്ററിൽ നേരെ കണക്ഷൻ പോകുന്ന ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണില് വീട്ടിൽ പോയിട്ട് നോക്കണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പേജ് കഴിയുമ്പോൾ തന്നെ എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ അവിടെ വരുന്നതാണ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്, നമ്പർ ഓഫ് പൈ ബോണ്ട്. അവിടെ ഉണ്ടാവില്ല, അത് ഇവിടെ നിന്നാണ് കണക്ഷൻ കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ഇത് ഇങ്ങനെ വരച്ചു. ഇനി ഇതിനെന്ത് ഹൈബ്രിഡൈസേഷൻ എന്നാ പഠിപ്പിച്ചത് ഞാൻ? സിംഗിൾ ബോണ്ട് വന്ന എഴുതിയത്, സിംഗിൾ ബോണ്ട് വന്ന sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഈ കാർബണും sp3 ആണ്. ഇതിന്റെ ഹൈബ്രിഡൈസ് ഡയഗ്രാം ആണ് നമുക്ക് ഇതിൽ ചടങ്ങ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഈ കാർബൺ ആണ് ഈ ഡോട്ട്. ഈ ഡോട്ട് ഈ കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര അതുപോലെ വരക്കണ്ടേ? ഈ കാർബൺ. അപ്പോ ഇവിടെ ആ മുകളിൽ കൊടുത്തേക്കുന്നത് ഇത് ഇങ്ങനെ വരച്ചു. ഓക്കെ, ബാക്കിയുള്ള സൈഡിലുള്ളത് ഇതുപോലെ കേട്ടോ. അപ്പോ ലോബ് എന്തായാലും കൊടുക്കണം അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ ഒരു ലോബ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലോബ്, ഇവിടെ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഹൈബ്രിഡൈസ് ഡയഗ്രാം ഒരെണ്ണം ഇപ്പുറത്തും വരും അല്ലെ? ഓക്കെ, ഹൈബ്രിഡൈസ് ഡയഗ്രാം. അപ്പോ ഇതാണ് CH3. ഇവിടെ ഒരു CH3 ഉണ്ട്. ഇത് ഫസ്റ്റ് കാർബൺ ആറ്റം. ഈ വരച്ചേക്കുന്നത് എന്താ? ഫസ്റ്റ് കാർബൺ ആറ്റം.
ഇനി അടുത്ത കാർബൺ ആറ്റം ബ്ലാക്ക് കൊണ്ട് വരാം. 1 2 3 4. ഇതാണ് സെക്കൻഡ് കാർബൺ ആറ്റം. ഫസ്റ്റ് കാർബൺ ആറ്റം ഉണ്ട്, സെക്കൻഡ് കാർബൺ ആറ്റം. ഇനി ഇതിലേക്കൊക്കെ എല്ലാം ആരാ വരുന്നത്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്തായിരുന്നു ഷേപ്പ്? സ്ഫെറിക്കൽ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ വരാം കേട്ടോ. വേഗം വരച്ചു കേട്ടോ, വേഗം വരച്ചു കേട്ടോ. CH4. ഓക്കെ, വേഗം വരച്ചു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണോ കേട്ടോ. എന്ത് പറ്റി? കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ വന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ആംഗിൾ ടെട്രാഹെഡ്രൽ ആയതുകൊണ്ട് അങ്ങനെ വരും കേട്ടോ. വരക്കണേ ഇങ്ങനെ വരച്ചാൽ മതി, ലോബിട്ട് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഈ സൈഡ് എന്തായാലും ബോണ്ട് വേണ്ടേ, അപ്പൊ അത് ഇങ്ങനെ ഒരു ലോബ് കൊടുക്കും കണ്ടോ, ഓർത്തോ. അടുത്ത സൈഡ് ഈ സൈഡിലേക്ക് തിരിച്ചരിച്ചു കൊടുക്കുക കണ്ടോ, ഓർത്തോ. 1 പിന്നെ 2 കണ്ടോ, ഓർത്തോ. പിന്നെ താഴേക്ക് കൊടുക്കണം പോലെ 3 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത അതുപോലെ തന്നെ കേട്ടോ. ഓക്കെ, ഏകദേശം ഈ നോക്കിയിട്ട് അടുത്ത് നോക്കിയിട്ട് അടുത്തത് വരച്ചു കഴിഞ്ഞോ? ദൈവമേ, അത് പറ്റത്തില്ല. ഈ ലോബും ഇവിടെ ആയിട്ടല്ലേ ജോയിൻ ചെയ്യണ്ടേ, അപ്പൊ അത് കണക്കാക്കി വരക്കണം കേട്ടോ. ഓക്കെ, എവിടെ വരച്ചു? ഓക്കെ അല്ലേ, വരച്ചോ? ആ കാർബൺ അല്ലേ, ആ കാർബണിന് ഔട്ടർ മോസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? എസ് ഉണ്ട്. എത്ര പി ഉണ്ട്? ആ കുഴപ്പമില്ല, 2p2. പക്ഷെ ആ കാർബണിലേക്ക് എത്ര ആൾക്കാരാ വരാൻ പോണേ? ആ കാർബൺ വെറുതെ ഇരിക്കുകയാണ്, അതിലേക്ക് എത്ര ഹൈഡ്രജൻ വരുന്നു എന്ന് പറഞ്ഞ് 3 അല്ലേ. പിന്നെ ഒരു കാർബണും വരുന്നുണ്ട്, അപ്പൊ ടോട്ടൽ എത്ര? 4. 4 ആൾക്കാർ വരുന്നുണ്ട്. 4 ആൾക്കാർ വരുന്നുണ്ട്. ആ 4 ആൾക്കാർ വരണമെങ്കിൽ എത്ര ലോബ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം? 4 ലോബ്സ്. ആ 4 ലോബ്സ് എങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്നത്? ഒരു എസും 3 പിയും. അതാണ് sp3. മനസ്സിലായി? അങ്ങനെയാണ് ആ 4 ലോബ്സ് വന്നേക്കുന്നത്. 4 ലോബ്സിൽ 3 ലോബ്സ് ആരായിട്ട് കൊടുത്തു? 3 ലോബ്സ് ഹൈഡ്രജൻ കൊടുത്തു. ഒരെണ്ണം അടുത്ത കാർബൺ ആണ് അല്ലെ. ഓക്കെ, അടുത്ത കാർബൺ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ആ മിക്സിംഗ് വരുന്നത്. ഓർത്ത് നോക്കാം, CH3 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ആ ബോണ്ട് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. കിട്ടിയോ? ഓക്കെ, കേട്ടോ. ഏകദേശം ഇപ്പൊ കാണുമ്പോൾ ഒരു സിമെട്രിക്കൽ അതുപോലെയൊക്കെ ആവണം കേട്ടോ. ബ്രേക്ക് വേണ്ട? വേണം. ഓക്കെ, ഇപ്പൊ ആവൂല്ലോ. ആണോ? ചെറിയൊരു ബ്രേക്ക് വേണോ? ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണം എന്ന് പറയാനുണ്ട് കേട്ടോ. ഓക്കെ, 5 മിനിറ്റ്സ് മാത്രം ഉള്ളൂ കേട്ടോ. ഒരു ബ്രേക്ക് തന്നേക്കാം. ഒരു മിനിറ്റ്, ഇത് ഓഫ് ആക്കി കേട്ടോ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമ്മൾ വരച്ചത് ഏതായിരുന്നു? C2H6. ഇതിന്റെ പേരെന്തായിരുന്നു? ഈഥെയ്ൻ. പേരെന്തായിരുന്നു? ഈഥെയ്ൻ. ഈഥെയ്ൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ്. ഇനി നമുക്ക് വരക്കാൻ പോകുന്നത് എന്തായിരുന്നു? ഈഥീൻ കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ഈഥീൻ. C2H4. ഈഥീൻ എന്ന് പറയുമ്പോ C2H4. നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ, C2 C2H4. C2H4. ഈത്തീൻ. ENE കേട്ടോ. ഓർത്തോ, നേരത്തെ ANE ആണ്, ഇത് ഈത്തീൻ. ദെൻ ഇതിൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp2 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ sp2 ബ്രാക്കറ്റിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. ഇതാണ് ഹെഡിങ് വരേണ്ടത് കേട്ടോ. ഓക്കെ, sp2 .
ഈഥീൻ sp2. ദെൻ ഇതിന്റെ സ്ട്രക്ചർ സാധാരണ രീതിയിൽ വരയ്ക്കുമ്പോൾ ഇത് ഡബിൾ ബോണ്ട് ആണ്. ദെൻ ഇവിടെ എല്ലാം H ഉണ്ട്. sp2ന്റെ ഷേപ്പിന്റെ പേരെന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. sp2 ഷേപ്പ് വന്ന എന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. അപ്പോ ഈ കാർബണാറ്റോ ആണ് sp2 വരുന്നത് അല്ലെ. ഈ രണ്ട് sp2 ഹൈബ്രിഡൈസ് കാർബണാറ്റോ ആണ്. ഇതാണ് നമ്മൾ വരക്കാൻ പോകുന്നത് sp2. ഇതും sp2. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ ഒരെണ്ണം സിഗ്മ ബോണ്ട് ആയിരിക്കും. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, അടുത്ത് പൈ ബോണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ടില് ഒരെണ്ണം സിഗ്മ ആയിരിക്കും, മറ്റെന്തായിരിക്കും? പൈ കേട്ടോ. അതെന്താണെന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ സിംഗിൾ ബോണ്ട് വന്നാൽ എല്ലായിടത്തും എന്തായിരിക്കും? സിഗ്മ ബോണ്ട്. ഡബിൾ ബോണ്ട് വന്നാൽ ഒരെണ്ണം സിഗ്മ ആയിരിക്കും, മറ്റെന്തായിരിക്കും? പൈ കേട്ടോ. ഓക്കെ, ദെൻ ഇതിന്റെ ഷേപ്പിലേക്ക് വരാം. ഈ കാർബൺ ഫസ്റ്റ് ഈ കാർബൺ ആണ്. ഈ കാർബണിന്റെ ഷേപ്പ് ട്രയഗണൽ പ്ലാനർ ആണ്. എന്തുകൊണ്ടാണ് ട്രയഗണൽ പ്ലാനർ ആയത്? sp2 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച് bf3 ഒക്കെ വരച്ചില്ലേ? ഓക്കെ, അപ്പൊ sp2 ഒരു s, sp2 എന്ന് പറയുമ്പോൾ s, 2p sp2. എത്ര ലോബ്സ് വരും? 3. എത്ര ലോബ്സ് വരും? 3. അപ്പൊ ഫസ്റ്റ് ലോബ് ഉണ്ടോ? ഓക്കെ, ഇത് ഫസ്റ്റ് ലോബ് ആണ് വരക്കുന്നത്. നെക്സ്റ്റ് ട്രയഗണൽ പ്ലാനർ ആണ് സെക്കൻഡ് ലോബ്, ദെൻ തേർഡ് ലോബ്. ഓർത്ത് നോക്കാം. അപ്പോ ഫസ്റ്റ് കാർബൺ ആറ്റം നമ്മൾ വരച്ചു. ദെൻ സെക്കൻഡ് കാർബൺ ആറ്റം നമുക്ക് ബ്ലൂ ആയിട്ടുള്ള ഇങ്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് കാർബൺ ആറ്റം ഇവിടെയാണ്. സെക്കൻഡ് കാർബൺ ആറ്റം ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ ലോബ്. ഇതും ട്രയഗണൽ പ്ലാനർ ഉണ്ടോ? ട്രയഗണൽ പ്ലാനർ. ഇനി കാർബൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ എസ് ആണ്. എസിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്പെറിക്കൽ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ സ്പെറിക്കൽ ആയിട്ടുള്ള എസ് ഉണ്ടോ? ഓർത്ത് നോക്കെ സ്പെറിക്കൽ. ഇനി ഇവിടെ ഒരു പ്രശ്നം വരും. എന്താന്ന് പറഞ്ഞാൽ ഇതിപ്പോ വരച്ചേക്കുന്നതല്ല സിഗ്മ ബോണ്ട് ആണ്. വരച്ചേക്കുന്നത് എന്താ? സിഗ്മ ബോണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു സിഗ്മ ബോണ്ട് ആണ്. ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ, സിഗ്മ. പക്ഷേ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്. എന്തായിരുന്നു? പൈ ബോണ്ട്. പൈ ബോണ്ടിന്റെ ഡെഫിനിഷൻ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റൽ ഈസ് നോൺ ആസ് പൈ ബോണ്ട് എന്നാണ്. പൈ ബോണ്ട് എന്തായിരുന്നു? പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ്. അതെന്താന്ന് നമുക്ക് എടുത്തു പോവാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഹാൻഡ് നിൽക്കുന്നത് പി ആണെന്ന് കരുതാം. പിയുടെ ഡമ്പൽ പോലെ ഇരിക്കുന്ന ഒരു ഹാൻഡ് ആണ് കേട്ടോ. ഓർത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു പി. ഈ പി ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ഉണ്ടോ? ഭയങ്കര സ്ട്രോങ് ആണ്. ആക്ച്വലി ഇത് ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് കൂടുതലാണ്. ഓക്കെ, ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് സിഗ്മ ബോണ്ട്. അപ്പൊ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. അത് എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ഇനി പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ പാരലൽ ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്യുള്ളൂ. ഭയങ്കരമായിട്ട് ഓവർലാപ്പ് ഒന്നും ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യും. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈ ബോണ്ട്. ഓക്കെ, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പാരലൽ ഓർ എന്താണ് ഇതിനെ വിളിക്കുന്നത്? പെർപെൻഡിക്കുലർ അല്ലെ. ഓവർലാപ്പിംഗ് ഓഫ് എന്ത് ഓർബിറ്റിൽ എന്ന് പറഞ്ഞേ? പി ഓർബിറ്റിൽ. എസ്റ്റിന് പറ്റുമോ? അത് ഇല്ല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? പി. അപ്പോ ഇവിടെ കാർബണില് ഒരെണ്ണം എന്തായിരുന്നു? സിഗ്മ, മറ്റെന്തായിരുന്നു? പൈ. പൈയില് പിയുടെ നമുക്ക് എത്ര ബോക്സ് ഉണ്ട്? പിക്ക് px, py, pz. അതില് ഇവര് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈ ബോണ്ട് കേട്ടോ. അപ്പൊ ഈ പൈ ബോണ്ട് നമുക്ക് വരക്കണം. പൈ ബോണ്ട് നമുക്ക് ഡോട്ടർ ലൈനില് ഇവിടെ നോക്കിയോ, ഇവിടെ ഇങ്ങനെ ഡോട്ടർ ലൈൻ ഇങ്ങനെ വരക്കാൻ പോവാം. ഉണ്ടോ? ഇതാണ് വരുന്നത്. അപ്പോ ഹൈബ്രിഡ് ഓർബിറ്റിലും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹൈബ്രിഡ് ഓർബിറ്റിൽ ചെറിയ ലോബും അല്ലെ ഇതായിരിക്കും. പീക്ക് എന്തായിരിക്കും? രണ്ടെണ്ണം ബിഗർ ലോബ് ആയിരിക്കും. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത് വേക്കന്റ് ഓർബിറ്റൽ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റലാണ്. പി ഓർബിറ്റലാണ് ഇത് കേട്ടോ. ഇത് ഓവർലാപ്പ് ചെയ്ത് ഞാൻ കാണിക്കാൻ വേണ്ടി എല്ലാം രണ്ടും കൂടി മിക്സ് ആയി പോകും അല്ലെ. എന്നിട്ട് ഇവിടെ പൈപ്പ് ഉണ്ടോ? ഇത് രണ്ടും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈ ബോണ്ട് കേട്ടോ. ഓക്കെ, പൈ ബോണ്ട്. അപ്പൊ ഇത് വരക്കുമ്പോൾ പൈ ബോണ്ടും കൂടി വരച്ചു ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ഷെയ്ഡൊക്കെ കൊടുക്കാം, ഭംഗിയാക്കാൻ നോക്കാം പരമാവധി കേട്ടോ. ഓക്കെ, ഈ ഡോട്ടർ ലൈനിൽ കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്ന ഈ ഓർബിറ്റിലാണ് പി കേട്ടോ. പിയുടെ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ആണ് പൈ ബോണ്ട്.
പെൻസിലും പേനയുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെൻസിൽ കൊണ്ട് വരക്കുക, വേറെ പേന കൊണ്ട് വരക്കുക കേട്ടോ. എല്ലാം ഒരേ കളറാണെങ്കിൽ കുറച്ചും ഒന്നും മനസ്സിലാവില്ല. ഇതൊരു ലോബ്, ഈ ലോബും കൂടി മിക്സ് ആവും കേട്ടോ. അങ്ങനെ ആയി കുറച്ച് ദിവസം കഴിയുമ്പോൾ കേട്ടോ ഓർത്ത് വെക്കാം, ഭയങ്കര ആയ ഒരു ഫിഗറായി മാറും കേട്ടോ. ഓക്കെ, വീട്ടിൽ പോയിട്ട് നല്ല ഭംഗിയിൽ മനസ്സിലാവണം. പിന്നീട് നോക്കുമ്പോൾ കഴിഞ്ഞു വരച്ചു കഴിഞ്ഞു. എന്തിനാ കഴിഞ്ഞോ? അടുത്തതിലേക്ക് പോവാം. ഈഥീൻ കഴിഞ്ഞ നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ വരുന്നത് അടുത്ത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ പേര്? ഇത്തൈൻ. ഓർത്ത് നോക്കാം. ഈഥൈൻ അപ്പൊ എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? SP ആയിരിക്കും. SP ഓർത്ത് നോക്കാം. അപ്പോ നെക്സ്റ്റ് നമുക്കിത് രണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. അടുത്ത ഹെഡിങ് വരുന്നത് C2H2. C2H2 ബ്രാക്കറ്റില് ഇത്തൈൻ, YNE ആണ് ഇത്തൈൻ. ഇതിന് വരുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് SP. ഹൈബ്രിഡൈസേഷൻ വരുന്നത് SP. ഇതേൻ വരുന്ന ഹൈബ്രിഡൈസേഷൻ SP, C2H2. C ട്രിപ്പിൾ ബോണ്ട്, C ആണ്, ഇവിടെ H വരും. ഇതിന്റെ ഷേപ്പ് ലീനിയർ ആണ് കേട്ടോ. ഓർത്ത് നോക്കി, ഇതിന്റെ ഷേപ്പ് ലീനിയർ ആയിട്ടാണ് വരുന്നത്. C ട്രിപ്പിൾ ബോണ്ട് CH. ഹൈബ്രിഡൈസേഷൻ SP ആണ്. ഒരു S ഉം ഒരു P ഉം ആണ് ആക്ച്വലി വരും. അപ്പോ ഫസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും, ബാക്കിയൊക്കെ എന്തായിരിക്കും? പൈ ബോണ്ട്. അപ്പൊ ഒരു സിഗ്മ ബോണ്ട്, ബാക്കി ഇത് പൈ ബോണ്ട് ആണ്. 2 പൈ ബോണ്ട്. അപ്പൊ ഒരു സിഗ്മയും 2 പൈ ബോണ്ടും ആണ് ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നത് ഹൈബ്രിഡൈസേഷനിൽ. ഫസ്റ്റ് കാർബൺ എന്ന് പറയുമ്പോ ഫസ്റ്റ് കാർബൺ അല്ലെ? ഓക്കെ, ഈ കാർബൺ ആണ്. ഇവിടെയും ഒരു കാർബൺ ഉണ്ട്. ഈ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ ഷേപ്പ് ഇവിടെ നോക്കി അറിയാം. ഇത് ഒരു ലോബ് വരച്ചു അല്ലെ? SP എന്ന് പറയുമ്പോൾ എത്ര ലോബ്സ് ഉണ്ടാവും നോക്കിയേ? 2. ഒരു S ഒരു P അല്ലെ? SP 2 ലോബ്സ് ആണ്. ഇത് ഫസ്റ്റ് ലോബ് ആണ്. സെക്കൻഡ് ലോബ് ഇത് ഇങ്ങനെ വരച്ചു. ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം കേട്ടോ. ഓക്കെ, ഈ കാർബൺ ആറ്റം എന്തുകൊണ്ട് 2 ലോബ്സ് വന്നേ? SP അല്ലെ? ഓക്കെ, അപ്പോ ഇതിനും SP ആണ്, ഇതിനും SP ആണ് അല്ലെ? നേരത്തെ അതേ പാറ്റേൺ ആണ്. ദെൻ അടുത്ത കാർബൺ ആറ്റത്തിനും ഇതുപോലെ തന്നെ അല്ലെ? നമുക്ക് വരക്കണം. ഈ കാർബൺ ആണ്, ഇവിടെ നിന്നൊരു ലോബ് ഇങ്ങനെ വന്നു. ഉണ്ടോ? അപ്പൊ സെക്കൻഡ് കാർബൺ ആറ്റം. അപ്പോ ഇതെല്ലാം എന്താണ്? സിഗ്മ ബോണ്ടുകളാണ് അല്ലെ? ഓക്കെ, ഇനി ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ. ആ ഹൈഡ്രജന്റെ ഷേപ്പ് സ്പെറിക്കലാണ്. ഹൈഡ്രജൻ വരച്ചു കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ വരച്ചു. ഇനി എന്ത് ചെയ്യും ഒന്ന് പറഞ്ഞേ? ഇനി എന്താ വരക്കണ്ടേ? നിങ്ങളുടെ ലോജിക്ക് ഒന്ന് നോക്കി പറഞ്ഞേ. ഹൈഡ്രജനും വരച്ചു, കാർബണും വരച്ചു. ഇനി എന്താ വരക്കാനുള്ളത്? പൈ ബോണ്ട്. എന്താ ഉള്ളേ? പൈ ബോണ്ട്. എത്ര പൈ ബോണ്ട് ഉണ്ട്? 2 പൈ ബോണ്ട് അല്ലെ? ഓക്കെ, ഇവിടെ ഒരു സിഗ്മയും ഒരു പൈയും അല്ലെ? ബാക്കിയൊക്കെ നമ്മൾ വരച്ചു, ഹൈഡ്രജനൊക്കെ കൊടുത്തു. ഇനി നമുക്ക് എത്ര പൈ ബോണ്ട് ഉള്ളേ? 2 പൈ ബോണ്ട് ഉണ്ടോ? ഓക്കെ, 2 പൈ ബോണ്ട് ഉണ്ട്. 2 പൈ ബോണ്ട് വരുമ്പോ ഇതുപോലത്തെ ഈ സ്ട്രക്ചർ ഉണ്ടോ? ഇതുപോലത്തെ സ്ട്രക്ചർ ഉണ്ടോ? ഇത് എത്ര എണ്ണം വരക്കണം? 2 എണ്ണം വരക്കണം കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ വരക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് പൈ ബോണ്ട് നമുക്ക് റെഡിൽ വരക്കാം. സെക്കൻഡ് പൈ ബോണ്ട് വേറൊരു കളറിൽ വരയ്ക്കും. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ പി ഓർബിറ്റൽ, പാരലൽ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റൽ ആണെന്ന് പറഞ്ഞു. അപ്പോ ഫസ്റ്റ്
ഇത് ഒരു പൈപ്പ് കൊണ്ടാണ് ഓർത്തോ, ഒരു പൈപ്പ്. നമുക്ക് ഒരു പൈപ്പ് കൊണ്ടും കൂടി വരക്കണം അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത പൈപ്പ് കൊണ്ട് നമുക്ക് ടിക്ക് എന്തൊക്കെ ആക്സിസ് ഉണ്ടെന്നാ പഠിപ്പിച്ചേ, ഓർമ്മയുണ്ടോ? XY Z അല്ലേ? ഓക്കെ, അപ്പൊ ഒരേ ഇതിലുള്ളത് പാരലൽ ആയിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ പാരലൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ വരും കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. വേഗം വരക്കണം കേട്ടോ. അതെ അതെ, വിളിക്കണം കേട്ടോ. വരച്ചോ? ഓക്കെ അല്ലേ? അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി, BOND, ബോണ്ട് തിയറി. ബ്രാക്കറ്റിൽ സ്മോൾ ഷോർട്ട് ആക്കി എഴുതി നോക്കുക, VBT. VBT ഷോർട്ട് ആയിട്ട് VBT കേട്ടോ. അപ്പൊ VBT എന്ന് പറയാം. നമ്മൾ നേരത്തെ VSEPR തിയറി അങ്ങനെയൊക്കെ പറഞ്ഞു. VBT അങ്ങനെ ഡെഫിനിഷൻ എഴുതിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. The valence bond theory is based on the valence bond theory is based on the knowledge of atomic orbitals. VBT കേട്ടോ. valence bond theory is based on the knowledge of atomic orbitals, comma, electronic configuration of electron, knowledge of atomic orbitals, comma, electronic configuration of elements, comma, the overlap criteria of atomic orbitals, comma, the hybridization of atomic orbitals, and the principle of variation and superposition.
the principle of variation and superposition. The principle of variation and superposition. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ, നേരത്തെ പോലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവമൊന്നുമില്ല, VSEPR തിയറി പോലെ ഭയങ്കര ഡീറ്റെയിൽ ഒന്നുമില്ല, ഒരൊറ്റ എക്സാമ്പിൾ ആണ് ആകെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോ മെയിൻ ആയിട്ട് ഈ കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ഇപ്പൊ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? VBT is based on the എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതിയേക്കണേ? വേറെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്തായിരുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം, പിന്നെന്തൊക്കെ അറിയണം? ഹൈബ്രിഡൈസേഷൻ അറിയണം, പൊസിഷൻ അറിയണം, അല്ലെ? ഓക്കെ, അങ്ങനെ പറഞ്ഞ് എല്ലാരും കൂടി ടോട്ടൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് VBT പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പറയാം, VSEPR തിയറി പഠിച്ചത് എന്തിനായിരുന്നു? പർപ്പസ്. ചോദിക്കുമ്പോൾ ഒറ്റ വേർഡ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി, ഷേപ്പ്. ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന് ലീനിയർ ആണ്, ട്രയഗണൽ പ്ലാനർ ആണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങനെ ഷേപ്പിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഒരു വാട്ടർ വെക്കുമ്പോൾ ഒറ്റ വാട്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്ത് ഷേപ്പാ? ബെൻഡ്. CH4 മീഥേൻ ഗ്യാസ്, അതിന് എന്തായിരുന്നു? ഒരു ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ്, കുഞ്ഞി പിരമിഡ് അല്ലെ, അതുപോലത്തെ ഉള്ള നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ഷേപ്പ് എന്ന് സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവര് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു ഷേപ്പ് ആണ് ഇതിന്റെ റീസൺ. എന്തായിരുന്നു? പോസ്റ്റേഷനിൽ രണ്ടാമത്തെ പേട് ഷേപ്പിന്റെ റീസൺ എന്തായിരുന്നു? വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്ന പറഞ്ഞ തേർഡ് പോയിന്റ്? റിപ്പൽ ചെയ്യും അല്ലെ, റിപ്പൽ ചെയ്യും. അപ്പോ റിപ്പൽഷൻ, മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ്. അതുകൊണ്ടാ നമുക്ക് ലീനിയർ വന്നത് അല്ലെ. ബെർലിയത്തിന് 2 ഇലക്ട്രോൺസുകൾ, 2 അല്ലെ ഫ്ലൂറിനാ വന്നേ. അപ്പോ നമ്മൾ 360 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എത്ര കിട്ടും? 180. ദെൻ 360 ഡിവൈഡ് ബൈ 3 ചെയ്താൽ എത്ര കിട്ടും? 120. ട്രയഗണൽ പ്ലാനർ നോക്കിയേ അല്ലെ, ട്രയഗണൽ പ്ലാനർ ഒക്കെ നമ്മൾ നേരത്തെ വരച്ചതാണ്. അതിന് എത്രയായിരുന്നു ഷേപ്പ് അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി അല്ലെ. അപ്പോ ഇതിനെ മാക്സിമം ഡിസ്റ്റൻസിൽ അത് എന്ത് ചെയ്യും? മാറ്റും. മാക്സിമം ഡിസ്റ്റൻസിന് എന്തിനു വേണ്ടിയിട്ടാ? മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ്. മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ റിപ്പൽഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ആ തിയറി ഉണ്ടാക്കിയേക്കുന്നത്. ദെൻ ആ തിയറിനെ ഒന്നും കൂടി നമ്മളുടെ അതിന്റെ ഉള്ളിലുള്ള എനർജിയിൽ എന്ത് വ്യത്യാസം വരും ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് sp3 അല്ലെ, sp2 ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെ വന്നു അല്ലെ? ഒരേ ഷേപ്പ് അല്ലേ, ഇവിടെ ഒരു ബോണ്ടും ഈ ബോണ്ടും ഒക്കെ ഒരേ ലെങ്ത് ആണ്. അതിന്റെ റീസൺ നമ്മൾ പറയുന്നത് എനർജിയാണ്. ആ എനർജീനെ എക്സ്പ്ലെയിൻ ചെയ്താണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ. ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതില് വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അതാണ് VBT ഫില്ല് ചെയ്യുന്നത്. ഒരു മോളിക്യൂളിന്റെ അകത്ത് റിപ്പൽഷൻ മാത്രമായിരിക്കും ഉണ്ടാവുന്നേ? റിപ്പൽഷൻ മാത്രം ഉണ്ടാവോ? അല്ല, അട്രാക്ഷനും ഉണ്ട്. അട്രാക്ഷൻ അല്ലെങ്കിൽ അതെന്ത് ചെയ്യില്ല, അവിടെ നിന്ന് അല്ലെ ബ്രേക്ക് ചെയ്ത് പോവും അല്ലെ. അപ്പൊ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ ആര് പറഞ്ഞിട്ടില്ല? VSEPR തിയറി പറഞ്ഞിട്ടില്ല. അപ്പോ VBT പറയുമ്പോൾ എന്തൊക്കെ പറയും? റിപ്പൽഷനും പറയും, അട്രാക്ഷനും പറയും. റിപ്പൽഷൻ ആൻഡ് അട്രാക്ഷൻ എങ്കിൽ മാത്രമേ കറക്റ്റ് ഷേപ്പിൽ നിൽക്കുകയുള്ളൂ. അല്ലെ ഒട്ടും അട്രാക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊന്ന് പോകും. തനക്ക് ഇവിടെ നിൽക്കാൻ കാരണം ആരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്? ആരെ അട്രാക്ട് ചെയ്യുന്നേ ഇവിടെ നിൽക്കാൻ കാരണം? സെൻട്രലല്ല കേട്ടോ, എർത്തില് കേട്ടോ, ഓർത്ത് വെക്കാം. എർത്തിൽ നിൽക്കാനുള്ള റീസൺ എന്താ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറന്നു പോകും. എന്തായിരിക്കും? ഗ്രാവിറ്റി അല്ലെ. അപ്പൊ നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടുകൂടി ആരെ എർത്ത് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പോവും അല്ലെ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? എർത്തിന്റെ ഉള്ളിലോട്ട് പോവും. എന്തുകൊണ്ടാ പോത്തെ അല്ലെ? ഇവിടെ ഒരു എനർജി ബാരിയർ ഉണ്ട് കേട്ടോ, ഓർത്ത് വെക്കുക. പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇയാളെ പറഞ്ഞ പോലെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ റിപ്പൽ അല്ലെ, റോക്കറ്റിന്റെ മുകളിലൊക്കെ കയറി എസ്കേപ്പ് വെലോസിറ്റി എത്രയായിരുന്നു? എസ്കേപ്പ് വെലോസിറ്റി ഇന്നലെ എടുത്തല്ലേ ക്ലാസ്സിൽ അല്ലേ? കണ്ടോ, ഓർത്ത് നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എർത്തിന്ന് പോകാനായിട്ട് 11.2 ഉണ്ടോ, ഓർത്ത് നോക്കാം. 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് അല്ലെ, ഗ്രാവിറ്റി. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് അല്ലെ, നമുക്ക് മുകളിലേക്കൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം അല്ലെ? 11. അപ്പൊ ആ എസ്കേപ്പ് വെലോസിറ്റി വേണം അല്ലെ, അതിനെ ബ്രേക്ക് ചെയ്യണേ, റിപ്പൽ ചെയ്യണമെങ്കിൽ. അപ്പൊ ഓർത്ത് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VBTയിൽ വരുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും, റിപ്പൽഷൻ. അത് നമുക്കൊരു മോളിക്യൂൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാനത് വരക്കാം. നിങ്ങൾ ആ കൺസെപ്റ്റ് വരച്ചു കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് വരക്കാം. H2 മോളിക്യൂൾ വെച്ചിട്ടാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഹൈഡ്രജൻ കേട്ടോ. ഓക്കെ, ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് എഴുതിക്കോ കേട്ടോ. ഇതിന്റെ താഴെ എക്സാമ്പിൾ എന്ന് എഴുതി വെക്കാം. കൺസിഡർ 2 hydrogen atom
എഴുതി വെക്കുക കേട്ടോ. കൺസിഡർ 2 hydrogen atom A and B. Consider 2 hydrogen atom A and B. A and B. Okay. Then ആ A and B വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ എ എന്ന് പറയുന്ന ആളെ കൊടുക്കാം. ഇവിടെ ഹൈഡ്രജൻ ബി. ഹൈഡ്രജൻ എ എന്ന് പറയുമ്പോൾ അതിന്റെ ന്യൂക്ലിയസ് അല്ലെ, ഇവിടെയാണ് ന്യൂക്ലിയസ്. ഇവിടെ നോക്കാം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എ ഹൈഡ്രജൻ ആണ്, ഇതും ബി ഹൈഡ്രജൻ ആണ് എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂളിന്റെ പേരെന്തായിരിക്കും? H2 ഉണ്ടോ? H2. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? HA. ഇതിനെന്ത് വിളിക്കും? HB. വെറുതെ ഒരു പേര് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, പക്ഷെ പേരുകൾ മാറും അല്ലേ. അതുപോലെ ഓർത്ത് നോക്കാം, HA HB. 2 ഹൈഡ്രജൻസ് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മോളിക്യൂൾ. അപ്പൊ H2 മോളിക്യൂളിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ഇതിന്റെ ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയസ് ഓഫ് എ. ഓർത്ത് നോക്കാം, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, അതിനെന്ത് വിളിക്കും? ന്യൂക്ലിയസ് ഓഫ് ബി. ദെൻ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇതിന് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ, ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതേ നോക്കൂ കേട്ടോ, ഈ ഇലക്ട്രോൺ ഒക്കെ ഉണ്ടോ? EA. EA എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇലക്ട്രോൺ ഓഫ് ഫസ്റ്റ് ഹൈഡ്രജൻ. EA. ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും അല്ലെ, അല്ലെ? ഇതിങ്ങനെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കില്ലേ, ശരിയല്ലേ? പുറത്ത് നോക്കാം, EA. അപ്പോ ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ EA. ഇതിങ്ങനെ ഇങ്ങനെ 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 കടന്ന് കറക്കുന്നുണ്ട് കേട്ടോ. മനസ്സിൽ ഇമാജിൻ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡോട്ടർ ലൈനിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇവിടെ ന്യൂക്ലിയസ് ഓഫ് ബി ആണ്. ന്യൂക്ലിയസ് ഓഫ് ബിയുടെ EB. ഇതും ദേ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഓർത്ത് നോക്കാം. ഇവിടെ എങ്ങനെയാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഓഫ് ബി, ഇത് ഇലക്ട്രോൺ ഓഫ് എ ആണ്. ദെൻ ഇവർ പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ്, അതാണ് നമുക്ക് നോക്കുന്നത്. ആരെയൊക്കെ അട്രാക്ട് ചെയ്യും? ന്യൂക്ലിയസ് ഓഫ് എ EA-നെ അട്രാക്ട് ചെയ്യും, ശരിയല്ലേ? ഓർത്ത് നോക്കുക, സ്വന്തം ഇലക്ട്രോൺ ആണ് ഇത്, സ്വന്തം ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഇനി ഈ ന്യൂക്ലിയസ് ഓഫ് എ ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഇയാളെ അട്രാക്ട് ചെയ്യും. അതാണ് അടുത്തൊരു പൊസിഷൻ. നെക്സ്റ്റ് ഈ NB, ന്യൂക്ലിയസ് ഓഫ് ബി ആരെ അട്രാക്ട് ചെയ്യും? EA-നെയും അട്രാക്ട് ചെയ്യും. അപ്പൊ അവിടെ അട്രാക്ഷൻസ് എന്തായി? സ്ട്രോങ് ആയി. അപ്പൊ എത്ര ടൈപ്പ് അട്രാക്ഷൻ ആയി? ഇത് ഉണ്ടോ, ഒരു ടൈപ്പ്, ഇത് ഒരു ടൈപ്പ് ആണ്, ഇത് രണ്ടാമത്തെ ടൈപ്പ് ആണ് ആക്ച്വലി വരുന്നത്. ഇനി റിപ്പൾഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. റിപ്പൾഷൻ നമുക്ക് ബ്ലൂ കളറിൽ വരക്കാം. ആരൊക്കെ നമ്മൾ റിപ്പൽ ചെയ്യും? ന്യൂക്ലിയസും പോസിറ്റീവ് അല്ലേ, അവര് തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഞാൻ ഈ ബ്ലൂ കളറിൽ വരക്കുന്നത്. പിന്നെന്തായിരിക്കും? ഇതും തമ്മിൽ റിപ്പൽ ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്, മറ്റേതെന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ്. വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, ഇറങ്ങിക്കോ. ഇതൊന്ന് വരച്ചോ, എന്നിട്ട് പെട്ടെന്ന് വരച്ചോ. ഇറങ്ങി, ചേട്ടന്റെ പേര് പറഞ്ഞതാ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. കറക്റ്റ് 6:30 ആയി. വേഗം വരച്ചോ കേട്ടോ, ക്വിക്കായിട്ട് വരച്ചു. അവനെ വണ്ടി ഇതിലാണോ എന്നെ വെയിറ്റ് ചെയ്യാൻ? അവിടെ പാർക്കിംഗ് ബുദ്ധിമുട്ടാണെങ്കിൽ പൊക്കോ. ആ അല്ല, മഴയാണെങ്കിൽ വേഗം വരച്ചോ കേട്ടോ, അല്ലെങ്കിൽ വേറെ ആരുടെ നോക്കി അടുത്തതിൽ വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒരു വേർഡ് എഴുതിപ്പിക്കും, അത് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. 2 വേർഡ് ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ആരൊക്കെ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ്? ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. NAEA ഒരേപോലെ കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ എന്ത് വരും? NBEB അട്രാക്റ്റീവ് ഫോഴ്സുകളാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ NAEB ഓപ്പോസിറ്റ് ആയി കൊടുക്കുക. ദെൻ NBEA കേട്ടോ, ഇതാണ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ ഇതിന്റെ ഹെഡിങ് അട്രാക്റ്റീവ് ഫോഴ്സ്. ആരെങ്കിലും ഇത് അട്രാക്റ്റീവ് ഫോഴ്സ്. റിപ്പൾസീവ് ഫോഴ്സ് ഏതായിരിക്കും?
ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. റിപ്പൽസീവ് ഫോഴ്സ് കേട്ടോ. ഓർത്തോ, റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരക്കാനായിട്ട് NA NB EA EB. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഡോട്ടർ ലൈൻ ഇല്ല, നിങ്ങൾക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡോട്ടർ ലൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അത് ഒരു ഏകദേശം ഒരു വ്യൂ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ആ ഡോട്ടർ ലൈനൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലാവണം അട്രാക്റ്റീവ് ഫോഴ്സ് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളത് ഓർത്ത് നോക്കുക കേട്ടോ. റിപ്പൽസീവ് ഫോഴ്സ് അത്ര എഴുതി കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വരച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങിക്കും കേട്ടോ. ഞാൻ അധികം വൈപ്പിക്കുന്നില്ല, കൂടുതൽ സമയം എടുത്താൽ.